സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 തുടർന്ന് അടുത്ത പ്രഭാഷണം ശ്രീചിത്രൻ്റെയാണ്. ശ്രീചിത്രന് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലൊന്നും ഇരിങ്ങാലക്കുടയിൽ ആവശ്യമില്ല. ഒരുപാട് തവണ നമ്മുടെ വേദിയിൽ വന്നും നമ്മുടെ കൂടെ നിന്നും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചും നമ്മുടെ പല പരിപാടികളും ആങ്കർ ചെയ്തു ഞങ്ങളൊക്കെ ദുബായിക്ക് വരെ കൊണ്ടുപോയിട്ട് ഉള്ള ഒരു നല്ലൊരു ചിന്തകനും കലാസ്വാദകനും ഏത് കലയായാലും കഥകളി മാത്രമല്ല കൂടിയാട്ടവും സംഗീതവും എന്തും വഴങ്ങുന്ന ആസ്വദിക്കുന്ന വളരെ ഭാവനാപൂർണമായ നല്ല ഓർമ്മശക്തി നിലനിർത്തുന്ന അതാണ് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇയാൾക്ക് ഇത്രയൊക്കെ ഓർമ്മയുണ്ടോ പഴയ കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തെ ഞാൻ അധികം വർത്തമാനം പറയുന്നില്ല. വരൂ ശ്രീചിത്രനെ അടുത്ത പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പണ്ടെൻ്റെ മുത്തച്ഛൻ പറയുമായിരുന്നു, പേടി ഉണ്ടാവണമെങ്കിൽ അന്തമുണ്ടാവണം. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ചവരെ പോലെ വലിയ പേടിയില്ല. അതാണ് ആകെയുള്ളൊരു പ്രയോജനം. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ അന്തല്യായുടെ ഊക്ക് എന്ന് നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രയോഗമുണ്ട്, ഞങ്ങളുടെ വള്ളുവനാട്ടിൽ. അതിനൊരുപാട് ദോഷങ്ങളുണ്ട്, പക്ഷെ അതിനൊരുപാട് പ്രയോജനങ്ങളും ഉണ്ടെന്നാണ് ഞാൻ കരുതാറുള്ളത്. പലപ്പോഴും വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കലയിലെ വലിയ ആചാര്യന്മാരോടൊക്കെ നേരിട്ട് പോയി സംശയം ചോദിക്കാനും ഒക്കെ ആകെ ഉണ്ടായിരുന്നത് ഈ അന്തല്യായുടെ ഊക്കിൻ്റെ ഒരു ബലാണ്. അപ്പുറത്ത് നിൽക്കുന്നത് എത്ര വലിയ ഹനുമാനാണ് എന്ന് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ പലരോടും വിഗ്രഹം കാണുവാനുള്ളിൽ ആഗ്രഹം വളരുന്നു എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, എന്നും യഥാർത്ഥത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്ന ഹനുമാനെന്ന് തിരിച്ചറിവില്ലാത്ത അന്തമില്ലായ്മയുള്ള ഭീമനായി അവശേഷിക്കാൻ കഴിയട്ടെ എന്നതാണ് പ്രാർത്ഥന. എങ്കിലും അതിൻ്റെ അർത്ഥം ആരോടും അനാദരവുണ്ടെന്നല്ല, മാത്രമല്ല ആദരവില്ല എന്നുമല്ല. ഞാൻ ഏറെ ആദരിക്കുന്ന അനേകം പേർ മുന്നിലുണ്ട്. ആദരം എന്നത് പ്രകടനപരമാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നതുകൊണ്ട് സമാദരണീയരായ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ സമയം ചോദിച്ചിട്ടുള്ളതാണ്, എത്രയാണ് സമയം, ആ സമയം അനുസരിച്ച് ചെയ്യൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളത് 1.5 മണിക്കൂറാണ്, അതിലൊട്ടും കൂടില്ല. എടുത്തിരിക്കുന്ന പല വിഷയങ്ങളും ഇവിടെ സംസാരിക്കുന്നു എല്ലാവരും. നളചരിതത്തെ സംബന്ധിച്ചൊരു പരമ്പരയാണ്, ഒരുപാട് വിഷയങ്ങൾ വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു താരതമ്യേന കുറച്ച് വ്യത്യസ്തമായ, പറയുന്നവ പലതും ആവർത്തനമായിരിക്കാമെങ്കിൽ പോലും വ്യത്യസ്തമായൊരു വിഷയം എടുക്കുക എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ വിഷയം എടുത്ത്. ഈ വിഷയത്തിൻ്റെ പേര് കേട്ടപ്പോൾ കഥകളിക്കാരായ പല സുഹൃത്തുക്കളും തന്നെ ഇത് എന്ത് സാധനമാണോ എന്ന് എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് ക്രമേണ അതിൻ്റെ ഒരു മറുപടി കിട്ടും എന്ന് ഞാൻ കരുതുന്നു. വ്യക്തഭാഷ്യവും ദമിതഭാഷ്യവും നളചരിത കളിയരങ്ങിൽ എന്നാണ് വിഷയത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തത്.
നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. മറ്റു തരം ഔപചാരികതകളുടെ ഒന്നും ആവശ്യം ഇരിങ്ങാലക്കുടയിലോ അനിയേട്ടൻ പറഞ്ഞ പോലെ എനിക്കതില്ല എന്നൊരു സ്വാതന്ത്ര്യവും സ്നേഹാധികാരവും ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റ് ഔപചാരികതകൾക്കൊന്നും നിൽക്കുന്നില്ല. ഈ പ്രാചീന ഗ്രീസിൽ ഡെൽഫി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ഇപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. BC 300 മുതൽ AD 100 വരെയാണ് യഥാർത്ഥത്തിൽ ഡെൽഫി ക്ഷേത്രത്തിൻ്റെ പ്രധാന കാലഘട്ടമായി പറയുക. ഡെൽഫി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 2 പ്രതിമകളുണ്ട്. ആ 2 ശില്പങ്ങളും ഇന്നും ചെറിയ അംഗഭംഗങ്ങളോടെയാണെങ്കിലും വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ഗ്രീക്ക് ദേവനായ അപ്പോളോ ദേവന്റെ വിഗ്രഹമാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഡയനൂഷ്യസ് എന്ന് പറയുന്ന, ഡയോനിഷ്യസ് എന്നാണ് മലയാളികൾ അതിന് കൊടുക്കുന്ന ഒരു പേര്. അത് മലയാളികളുടെ ഒരു സ്ഥിരം ശീലമാണ്. ഡയനീഷ്യസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നതെന്നാണ് എൻ്റെ അറിവ്. ഈ 2 വിഗ്രഹങ്ങളാണ്. ഈ 2 ശില്പങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ 2 ശില്പങ്ങളാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നത് അപ്പോളോ ആണ്, താടിയായിട്ട് കാണുന്നത് ഡയനീഷ്യസ് ആണ്. അപ്പോളോ ദേവൻ പ്രാചീന ഗ്രീക്ക് എപ്പിക്സ് അനുസരിച്ച് അനുപാതങ്ങളുടെയും സാങ്കേതികതകളുടെയും നമ്മുടെ കഥകളുടെ ഭാഷ പറഞ്ഞ ചിട്ടയുടെയും ഒക്കെ ഒരു ദേവനാണ്. ഡയനീഷ്യസ് അതേസമയം അനുപാതരാഹിത്യത്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും ലഹരികളുടെയും നിരന്തരമായ പ്രതിഭയുടെയും ഇങ്ങനെ തുള്ളിത്തുളുമ്പി വരുന്ന പ്രതിഭാവിലാസത്തിൻ്റെയും ഒക്കെ ദേവനാണ് ഡയനീഷ്യസ്. ഈ രണ്ട് പ്രതിമകൾ പണ്ട് ഡെൽഫി ക്ഷേത്രം മനോഹരമായിരുന്ന കാലത്ത് അപ്പുറവും ഇപ്പുറവും പുറംതിരിഞ്ഞു നിൽക്കുകയും പ്രത്യേക ഉത്സവത്തിന്റെ സമയത്ത് മുഖാമുഖം നിർത്തുകയും ചെയ്തിരുന്നത്ര. ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഫ്രെഡറിക് നീച്ചെ എന്ന് പറയുന്ന ഒരു ചിന്തകൻ ബർത്ത് ഓഫ് ട്രാജഡി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഐഡിയ ഉണ്ടാക്കുന്നത്. ചിന്തകരുടെ പേരുകളൊക്കെ പറഞ്ഞാൽ ഒരു പ്രബന്ധത്തിന് വലിപ്പം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നീച്ചെ ബർത്ത് ഓഫ് ട്രാജഡിയിൽ പറയുന്ന കാര്യം, യഥാർത്ഥത്തിൽ കലയുടെ പ്രധാനപ്പെട്ട 2 വശങ്ങളാണ് സമമിതികൾ, അനുപാതങ്ങൾ, ചിട്ടകൾ, അതിൻ്റെ തുടർച്ചകൾ. അവയൊക്കെ അടങ്ങുന്ന അപ്പോളോണിയൻ ട്രഡീഷൻ, അപ്പോളോണിയൻ പാരമ്പര്യം. മറ്റൊന്ന് ഉന്മാദം, ലഹരി, പ്രതിഭ, ഇവയെല്ലാം അടങ്ങുന്ന അതിർത്തികളെ, ചിട്ടകളെ ഉല്ലംഘിക്കുന്ന ഡയനീഷ്യൻ പാരമ്പര്യം. അപ്പൊ ഈ അപ്പോളോണിയൻ പാരമ്പര്യവും ഡയനീഷ്യൻ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധങ്ങളും വിടർച്ചകളും സംബന്ധിച്ചാണ് ബർത്ത് ഓഫ് ട്രാജഡിയുടെ 2-3 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് നീച്ചെ കൈകാര്യം ചെയ്യുന്ന വിഷയം. നിരവധി തുടർ ചർച്ചകൾക്കൊക്കെ കാര്യമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ വന്നിട്ടുള്ള ഒരു വിഷയമാണിത്. ഈ 2 സൗന്ദര്യ സങ്കല്പങ്ങളെ സംബന്ധിച്ച് തിയേറ്ററുമായി ബന്ധപ്പെട്ട് വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം പ്രാചീന ഗ്രീക്ക് തിയേറ്റർ വളരെ പ്രധാനമായിരുന്നു. തിയേറ്ററുമായി ബന്ധപ്പെട്ടും അനേകം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിയേറ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിട്ടയും ചിട്ടയെ ഉല്ലംഘിക്കുന്നതും എന്ന് നമ്മൾ ലളിതമായി പറയുന്ന, അല്ലെങ്കിൽ ചിട്ടയും ചിട്ടയ്ക്ക് പുറത്തും എന്ന് പറയുന്ന കഥകളി നടന്മാർ എക്കാലവും കഥകളിയിൽ ഉണ്ടായിട്ടുണ്ട്. ചിട്ട കൊണ്ട് മാത്രം നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റാത്ത മഞ്ജുഷ പറഞ്ഞ പോലെ ശിവരാമേട്ടനെ പോലെയുള്ള ആളുകൾ, അതേസമയം ചിട്ടയുടെ പ്രതിരൂപമായിരിക്കുകയും കഥകളിയുടെ മറ്റൊരു സൗന്ദര്യത്തെ നിർമ്മിച്ചെടുക്കുകയും ചെയ്ത രാമൻകുട്ടിയാശാനെ പോലെയുള്ള മഹാചാര്യന്മാർ, ഇവരെല്ലാം അടങ്ങുന്നതാണ് കഥകളി. എല്ലാ കലക്കകത്തും ഇതുണ്ട്. ഇത് വൈരുദ്ധ്യങ്ങളായി കരുതുന്നവരുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും ഇവ തമ്മിൽ അത്ര വിരുദ്ധ കോടിയിൽ നിൽക്കുന്നവയല്ല, പരസ്പരമുള്ള ആദാനപ്രദാനങ്ങൾ അടങ്ങുന്നവയാണ് എന്നും നിരവധി വായനകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ സങ്കല്പങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ വിഷയത്തിലേക്ക് കയറാൻ. ഇതിനെ തുടർന്ന് സമീപകാലത്ത് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത കാലത്തല്ല, 19-ാം നൂറ്റാണ്ടിൽ മുതലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററിലെ ഒരു ചിന്താ വ്യതിയാനം കാമിൽ പഗ്ലിയ എന്ന് പറയുന്ന ചിന്തകന്റെയാണ്. കാമിൽ പഗ്ലിയയുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് സെക്ഷൽ പെഴ്സോണ. സെക്ഷൽ പെഴ്സോണ ടോട്ടലി മനഃശാസ്ത്രവും തിയേറ്ററുമാണ് കൈകാര്യം ചെയ്യുന്നത്. സെക്ഷൽ പെഴ്സോണയ്ക്കകത്ത് അദ്ദേഹം ഈ BC കാലഘട്ടത്തിലുള്ള ഡയനീഷ്യക് ആൻഡ് അപ്പോളോണിയൻ പാരമ്പര്യങ്ങളെ, 2 തരം പാരമ്പര്യങ്ങളെ കുറിച്ച് കൂടുതൽ പുതിയ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എത്തുന്ന ഒരുപാട് സമസ്യകളെ അദ്ദേഹം നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആധുനികത, മോഡേണിറ്റി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, വ്യക്തികളെ പറ്റിയുള്ള വിചാരങ്ങൾ തിയേറ്ററിലേക്ക് കടന്നു വന്നപ്പോൾ, വലിയ സംഘങ്ങളെ കുറിച്ചുള്ള ചിന്തകൾക്കപ്പുറം വ്യക്തികളുടെ മനസ്സംഘർഷങ്ങൾ, ഇപ്പൊ നമ്മൾ നളചരിതത്തെ മുൻനിർത്തി പറയുമ്പോൾ നളൻ, ദമയന്തി, നളന്റെ ഒറ്റയ്ക്കുള്ള വിചാരങ്ങൾ, ദമയന്തിയുടെ വിചാരങ്ങൾ എന്നിങ്ങനെ അടങ്ങുന്ന വളരെ ആഴത്തിലുള്ള വ്യക്തിയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തിയേറ്ററിനെ പുതുക്കി പണിയുന്നത്,
തിയേറ്ററിനകത്ത് അപ്പോഴെങ്ങനെയാണ് ഈ അപ്പോളോണിയൻ സങ്കല്പവും ഡൈനേഷ്യക് സങ്കല്പവും ഈ വ്യക്തികളുടെ തിയേറ്റർ പ്രകാശനത്തിനകത്ത് മനഃശാസ്ത്രപരമായി പ്രതിഫലിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് കാമിൽ പഗ്ലിയ ചിന്തിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം സ്ത്രൈണതയ്ക്കാണ് ഒരേ സമയം കൂടുതൽ തിയേറ്ററിൽ പൗരുഷത്തെ കൂടി ആവിഷ്കരിക്കാനുള്ള കഴിവ് എന്ന വളരെ വിചിത്രമായ ഒരു മറുപടിയിലാണ്. എന്ന് വെച്ചാൽ സ്ത്രീയെ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അത് സ്ത്രീ അവതരിപ്പിക്കട്ടെ, പുരുഷൻ അവതരിപ്പിക്കട്ടെ, പുതിയ നിരയിൽ ഏത് ജെൻഡറിൽ പെടുന്നവരും അവതരിപ്പിക്കട്ടെ, ട്രാൻസ്ജെൻഡർ അവതരിപ്പിക്കട്ടെ, അതിന് പൗരുഷത്തിന്റെയും സ്ത്രൈണതയുടെയും കൂടുതൽ സാധ്യതകൾ തുറക്കുന്നു എന്നതാണ് കാമിൽ പഗ്ലിയയുടെ ചിന്തയുടെ ഒരു ഭാഗം. ഇതെങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള ചിന്തയായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് തുടർന്ന് വരും. ഈ സൗന്ദര്യശാസ്ത്ര വൈരുദ്ധ്യങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നീച്ചയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ചിന്തകൻ. നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഈ കാര്യത്തെ നമുക്ക് വിശദമായി കാണാവുന്ന ഒരു ഭാഗം ശില്പകലയും ചുമർചിത്രകലയും ആയിരുന്നു. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം മാത്രം എടുക്കുന്നു. പ്രാചീന തമിഴകത്ത് പെടുന്നവരാണല്ലോ നമ്മളൊക്കെ സത്യത്തിൽ പണ്ടേക്ക് പോയ തമിഴന്മാരാണെന്ന് പറയും. കുമരിമുനമ്പ് മുതൽ വെങ്കടമല വരെ എന്നാണ് പഴയ അതിർത്തി. പ്രാചീന തമിഴകത്തിന്റെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്ന പല്ലവ രാജവംശത്തിൽ, അതായത് ഏറ്റവും പ്രാചീന തമിഴ് രാജവംശങ്ങളിലൊന്നായ പല്ലവ രാജവംശത്തിന്റെ ട്രഡീഷണൽ വരുന്ന നിരവധി ശില്പങ്ങൾ നമുക്ക് കാണാം. മഹാബലിപുരത്ത് പലയിടത്തും കാണാം. മഹാബലിപുരത്തെ മഹാഗലി കേവ്സ് എന്ന് പറയുന്ന, മഹാഗലി കേവ്സ് എന്നുള്ളത് പിന്നീട് വന്നൊരു പേരാണ്. അന്ന് കാളിയൊന്നും പ്രധാനപ്പെട്ട ദേവതയൊന്നുമില്ല. കൊട്രവൈ എന്നൊക്കെ പറയുന്ന പ്രാചീന തമിഴ് തിണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവതകളാണ്. ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതും എന്നാൽ തുടർന്ന് വന്നിരിക്കുന്ന ഈ പുരാണിക് ഹിന്ദുയിസം എന്ന് പറയുന്ന കാലഘട്ടത്തിലെ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെടുത്തുമായിട്ടുള്ള നിരവധി ശില്പങ്ങളുണ്ട്, പല്ലവ ശില്പങ്ങളുണ്ട്. അതിലൊരു ശില്പത്തിലെ ഒരു സ്ത്രീരൂപമാണ് നിങ്ങൾ ഈ വശത്ത് കാണുന്ന, അല്പം ചെരിഞ്ഞു കാണുന്ന ഈ ശില്പം. ആ സ്ത്രീയുടെ മുഖമൊക്കെ കാണുന്ന ശില്പം അതൊരു പല്ലവ ശില്പമാണ്. ഇത്തരത്തിൽ അനേക ശില്പങ്ങളുണ്ട്. ഈ ശില്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു കൈയുടെ ഒരു ഭാഗമില്ല, മറ്റേ കൈ അത് പൊട്ടിപ്പോയതല്ല, ആ കൈയിന്റെ ഒരു ഭാഗം ചിത്രീകരിക്കുകയല്ലാതെ ആ ഭാഗത്തെ മുഴുവൻ വിരലുകളുമില്ല. കണ്ണ് പൂർണ്ണമായും ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. കണ്ണിന്റെ അകത്തുള്ള കൃഷ്ണമണിയോ കണ്ണ് തന്നെയോ വേണ്ട പോലെ ചിത്രീകരിച്ചിട്ടില്ല. ഇങ്ങനെ അനവധി അപൂർണതകളുടെ ഒരു സംഘാതം നമുക്ക് കാണാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചവർ കരുതിയത് ഈ കടൽ തീരത്തുള്ള ശില്പമായതുകൊണ്ട് കാറ്റു കൊണ്ടിട്ട് ഇതൊക്കെ പോയതാണെന്നായിരുന്നു. തുടർന്ന് അത് അങ്ങനെയല്ല എന്ന നിഗമനത്തിലേക്കാണ് തുടർന്ന് ഇതിനെപ്പറ്റി പഠിച്ചവർ എത്തിച്ചേർന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറെ കാര്യങ്ങൾ പറയാതെ വിടുക എന്നൊരു സൗന്ദര്യ സങ്കല്പം അന്നേ ശില്പകലയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. മുഴുവനായി ചിത്രീകരിക്കേണ്ടതില്ല. ഒരടവ്, ഒരു പ്രത്യേകമായ നൃത്തകരണത്തിൽ ഒരു നർത്തകി നിൽക്കുന്നത് പല്ലവ ശില്പത്തിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ആ അടവിനെ പ്രതിനിധീകരിക്കുന്ന ചില പ്രത്യേകമായ ഉപാംഗത്തിന്റെ ഒടിവുകൾ മാത്രമായിരിക്കും അതിനകത്ത് കാണുക. ഇപ്പൊ ത്രിഭംഗം കാണാവുന്ന പല്ലവ ശില്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ത്രിഭംഗമാണോ അല്ലയോ എന്നതിനെപ്പറ്റി ആനന്ദകുമാരസ്വാമിയെ പോലുള്ളവർ മുമ്പ് നടത്തുന്ന ദീർഘമായ ചർച്ചകളുണ്ട്. പക്ഷെ അത് ത്രിഭംഗമാണെന്ന് നാം ഗണിക്കുന്നത് ത്രിഭംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരീരത്തിന്റെ ഒടിവുകൾ ആ ശില്പങ്ങളിൽ കാണാം. ബാക്കി നാം വായിച്ചെടുക്കണം. അങ്ങനെ വായിച്ചെടുക്കേണ്ട ബാക്കി ഭാഗങ്ങൾ ബാക്കി വെക്കുകയാണ് പല്ലവ ശില്പകലയുടെ ഒരു ഭാഗം. തൊട്ടുപ്പുറത്ത് കാണുന്ന ശില്പം AD 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ടോടുകൂടി കാണുന്ന പല്ലവ ശില്പങ്ങൾ, ചോള ശില്പങ്ങളിൽ വരുന്ന ഒന്നാണ്. ചോള ശില്പത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ചോള ശില്പകലയ്ക്കകത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായി. നിങ്ങൾ മധുരയിൽ പോയി നോക്കൂ, തഞ്ചാവൂരിൽ പോയി നോക്കൂ, പ്രധാനപ്പെട്ട ശില്പങ്ങളെല്ലാം അസാമാന്യമായ വിശദാംശ നിർമ്മിതി നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. വിശദാംശങ്ങളുടെ അപാരമായ പൂർണ്ണതയാണ്. കണ്ണിനെ വരയ്ക്കുകയാണെങ്കിൽ കൃഷ്ണമണി മാത്രമല്ല, കൺപുരികത്തിലെ രോമങ്ങൾ വരെ നമുക്ക് കാണാം. എന്തിന്? ആനന്ദകുമാരസ്വാമി എഴുതുന്നുണ്ട്, ഈ ശില്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒടിവായിട്ട് കാണുന്ന ശില്പം ഒരു സാലഭഞ്ചികയുടെ ശില്പമാണത്. അതിന്റെ കയ്യിലെ തള്ളവിരലിന്റെ നഖം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാനത് അവിടെ സൂം ചെയ്യാൻ ഈ PPT പറ്റില്ല, പക്ഷെ ആ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് നാം ഊര് ചീന്തുക എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ. ഇവിടെ ഇങ്ങനെ ചെറുതായി തോലിങ്ങനെ അല്പം അടരുന്നത് അതുവരെ കൊത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ചോള ശില്പം കൊത്തുന്നത്. അത്ര കണ്ട് ഡീറ്റെയിലിംഗ് ആണ് ചോള ശില്പകലയ്ക്കകത്തുള്ളത്. അതായത് അന്തർനിഹിതമായ ഒരു ഭാവത്തെ പല്ലവ ശില്പകല ഉൽപ്പാദിപ്പിക്കുമ്പോൾ വ്യക്തിപ്രകാശിതമായ ഒരു ഭാവത്തെ പലപ്പോഴും ഓരോ വ്യക്തികളും, നിങ്ങൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയ ആദ്യത്തെ പ്രധാനപ്പെട്ട കേരളാന്തകൻ തിരുവയൽ എന്ന് പറയുന്ന ആദ്യ കവാടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 23,400ഓളം ശില്പങ്ങൾ ആ ഒരൊറ്റ
നിർമ്മിതിക്കകത്തുണ്ട്. അവയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ശില്പങ്ങൾക്കും ഓരോ ഭാവങ്ങൾ വരെയുണ്ട്. ഒരു ഭാവം പൂർണ്ണമായ അർത്ഥത്തിൽ ആവർത്തിക്കുന്നത് കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അത്രമാത്രം ഡീറ്റെയിലിംഗ്. അതാണ് ചോള ശില്പകലയെ കാണുന്നത്. ഈ വ്യക്തി പ്രകാശിത ഭാവം കാണാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടതാണ്, സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സമാന ഹൃദയരായവർ മനസ്സിലാക്കട്ടെ എന്ന കാര്യം നാം മനസ്സിലാക്കുന്നിടത്തോളം AD 7-ാം നൂറ്റാണ്ടിലെ പല്ലവ ശില്പകലയിൽ തന്നെ നമുക്ക് സുപരിചിതമാണ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. വിശദാംശങ്ങളെ നിരാകരിക്കുക, വിശദാംശങ്ങൾ കലയ്ക്ക് പലപ്പോഴും അനാവശ്യമാണ് എന്ന ബോധ്യം AD 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിലെ പല്ലവ ശില്പകലയുടെ നിർമ്മിതിയുടെ ഘട്ടം മുതൽ നമ്മുടെ ഭാഗമാണ്. ഇനി നമുക്ക് വ്യക്തം, ദമിതം എന്ന രണ്ട് സങ്കല്പങ്ങളെ എടുക്കാം. ഇത് എൻ്റെ ഒന്നുമല്ല, എൻ്റെ മാത്രമായിട്ടുള്ളൊരു വാക്ക് എടുക്കുന്നതിൽ ഉള്ള ധൈര്യം എനിക്കില്ല. ആനന്ദകുമാരസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ വ്യക്തമായ പ്രകാശനം ചിലയിടത്ത് കാണാം, ദമിത പ്രകാശനം. ദമിതം എന്ന സംസ്കൃത വാക്കിന് അടിച്ചമർത്തപ്പെട്ടത് അകത്തേക്ക് ഗൂഹനീയമായത്, ഉള്ളിലേക്ക് വലിഞ്ഞത് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് സാധാരണ കൊടുക്കുന്നത്. ആനന്ദകുമാരസ്വാമിയാണ് ഈ പ്രയോഗം എടുക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ആക്ടിങ് ആൻഡ് സപ്രസ്ഡ് ആക്ടിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. രണ്ടു തരം അഭിനയ ശൈലി നമുക്ക് കഥകളിയിലും വ്യക്തമായി കാണാം. ചിലർ വളരെ എക്സ്പ്രസീവ് ആയിരിക്കും, വളരെ കൂടുതൽ പ്രകാശിപ്പിക്കും. ചിലർ അങ്ങനെയല്ല, അങ്ങേയറ്റം പ്രകാശിപ്പിച്ചുകൊണ്ടല്ല, അല്പം ഉൾവലിഞ്ഞ് അകത്തേക്ക് വലിഞ്ഞ് ആ അകത്തേക്കുള്ള ഉൾവലിവിന്റെ ചൂഴ്നിലയെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന രണ്ടാമത്തെ ഒരു പ്രകൃതവുമുണ്ട്. ഇതാണ് നമ്മുടെ വിഷയം. അതിന് മലയാളത്തിൽ കൊടുത്തൊരു എന്താ പറയുക, ആവശ്യമില്ലാത്ത വാക്ക് മാത്രമാണ് ഈ ടൈറ്റിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതും വളരെ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ധ്വനി എന്ന പേരിൽ സംസ്കൃത വ്യാകരണത്തിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ഞാൻ ഇതിനകത്ത് മഞ്ജുഷയൊക്കെ മലയാള പണ്ഡിതരാണ്, ഞാൻ അത്ര അറിയില്ല, എനിക്ക് മലയാളം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ സാഹിത്യത്തിലേക്കൊന്നും അധികം പോകുന്നില്ല, സാഹിത്യ വായനയിലേക്കോ ധ്വനിപാഠത്തിലേക്കോ പോകുന്നില്ല. ധ്വനിയുമായി ഇതിന് ബന്ധമുണ്ട്, പക്ഷെ പൂർണ്ണമായും ധ്വനിയല്ല ദമിതം. ധ്വനിയെ കൂടി ആവരണം ചെയ്യും, ധ്വനിയെ കൂടി സ്വീകരിക്കുന്ന, ധ്വനിയെ കൂടി അതിന്റെ ആകരത്തിലേക്ക് ഉൾച്ചേർക്കുന്ന കുറെ കൂടി വലിയൊരു സങ്കല്പനമാണ് യഥാർത്ഥത്തിൽ ദമിതം എന്ന സങ്കല്പം. പിൻഡാർ എന്ന് പറയുന്ന വളരെ പ്രാചീനനായ ഗ്രീക്ക് കവിയുടെ മിതത്വത്തെ പറ്റിയിട്ടുള്ള വായന, ഹോറസ് എന്ന് പറയുന്ന ആ കാലത്തെ ചിന്തകന്റെ ആർട്സ് പോയറ്റിക്ക എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആർട്സ് പോയറ്റിക്ക ഒരു വലിയ ഹെക്സാമീറ്ററിൽ എഴുതപ്പെട്ടൊരു കവിതയാണ്. ആർട്സ് പോയറ്റിക്ക വായിക്കേണ്ട ഒരു കാര്യമാണ്. ആർട്സ് പോയറ്റിക്ക കലാകാരന്മാരെ സംബന്ധിച്ചും വളരെ പ്രധാന. തിയേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്രാചീന ഗ്രീക്ക് ഘട്ടത്തിലുണ്ടായ ഒരു വലിയ പോയട്രിയാണ് ഹോറസിന്റെ ആർട്സ് പോയറ്റിക്ക. കഥകളിക്കാരടക്കം വായിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്ന ഒരു പ്രാചീന കവിതയാണ്. അത് കുറെ കാലത്തേക്ക് തിയേറ്ററിന്റെ ലക്ഷണശാസ്ത്രമായിട്ട് ഗ്രീക്കിൽ ആലോചിച്ചിരുന്നു. അതിനകത്തും നമുക്ക് ഈ അകത്തേക്ക് വലിഞ്ഞ അഭിനയത്തെ പറ്റിയിട്ടുള്ള സൂചനകൾ കാണാം. ഞാനത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഡീറ്റെയിലിംഗ് വേണ്ടതാണ്. ധ്വന്യാലോകത്തിലേക്ക് എത്തിയാൽ, ആനന്ദവർദ്ധനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഭിധ, ലക്ഷണ, വ്യഞ്ജന എക്സെട്ര. ഞാൻ ആ സംസ്കൃത വശത്തേക്ക് ഇരിങ്ങാലക്കുടയിൽ പോവാൻ അധികം ഉദ്ദേശിക്കുന്നില്ല. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗം അവിടെയുണ്ട്. ആധുനിക നാടകത്തിൽ പീറ്റർ കാർസ് എന്ന് പറയുന്ന ഒരു നാടകകാരനാണ്, സ്പാനിഷ് നാടകകാരനാണ്. പീറ്റർ കാർസ് നിരവധി നാടകങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനകത്തെ ആക്ടേഴ്സ്, നിരവധി അഭിനേതാക്കളെ എക്സ്പ്രസീവായി ആക്ട് ചെയ്യുന്ന നടന്മാർ, നടികൾ, അതോടൊപ്പം അകത്തേക്ക് വലിഞ്ഞ് അഭിനയിക്കുന്ന നടന്മാർ, നടിമാർ, ഇവരുമായിട്ടുള്ള ദീർഘമായ ഇന്റർവ്യൂകൾ എടുക്കുകയും ഏതാണ്ട് 2000-ഓളം തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള വലിയ സർവേ നടത്തിക്കൊണ്ടുള്ള വലിയ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ ഗവേഷണ പ്രബന്ധം വളരെ ബൃഹത്താണ്. അവരുടെ കൺക്ലൂഷൻസ് പറയുക എന്ന് പറയുന്നത് കുറെ കൂടി സങ്കീർണമായ വലിയ ഒരു പ്രസന്റേഷൻ മാത്രം വലിയൊരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ കാർസ് പറയുന്ന ഒരു കാര്യം, ഈ രണ്ടു തരം അഭിനയ രീതികളും പ്രസക്തമാണ്. പക്ഷേ ഈ രണ്ട് രീതികളുടെയും വൈരുദ്ധ്യങ്ങളെക്കാൾ ഈ രണ്ട് രീതികളെയും കുറെ കൂടി സമചിത്തതയോടെ, കുറെ കൂടി അനുഭാവപൂർണമായ മനസ്സോടെ, പക്ഷം പിടിച്ചുള്ള തർക്കങ്ങൾക്കപ്പുറം രണ്ടിനെയും സ്വീകരിക്കുന്ന ഒരു പുതിയ നാടക സംസ്കാരം നിർമ്മിക്കപ്പെടേണ്ടതിനെ കുറിച്ചാണ് പീറ്റർ കാർസ് പ്രധാനമായിട്ടും ആ പ്രബന്ധത്തിൽ പറഞ്ഞു നിർത്തുന്നതെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. നളചരിതത്തിലേക്ക് നേരിട്ട് ഒടിയുകയാണ് എൻ്റെ മുന്നിലുള്ള സമയപരിമിതി കൊണ്ട്. നളചരിത പാഠം തന്നെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഈ വ്യക്തദമിത സംയുതമായിട്ടുള്ള ഒരു പാഠമാണ്. ഇത് നളചരിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റ് കഥകളികളെക്കാളൊക്കെ. അത് നളചരിതത്തിലെ പാത്രപ്രകൃതം തന്നെ യഥാർത്ഥത്തിൽ വ്യക്തമായി ആവിഷ്കരിക്കാനും ദമിതമായി ആവിഷ്കരിക്കാനുമുള്ള കുറേ സാധ്യതകൾ അതിലെ വരികൾക്കകത്ത് തന്നെ തുറന്നു വെക്കുകയാണ്. വളരെ സൂക്ഷ്മമായ അർത്ഥമുള്ള വാക്കുകൾ.
കഥകളിക്കാരനെ സത്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഈ സൂക്ഷ്മമായ അർത്ഥപ്രകൃതമാണെന്നാണ് ഞാൻ കരുതാറ്. പലപ്പോഴും പുറത്തു പലരും പറയും അന്വയിക്കാൻ ബുദ്ധിമുട്ടുള്ള ദൂരാന്വയമുള്ള പ്രയോഗങ്ങൾ, അതൊന്നും കഥകളിക്ക് വലിയ വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മങ്ങി എന്ന് 4 തവണ വന്നാൽ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവാനൊന്നും കഥകളിക്കില്ല യഥാർത്ഥത്തിൽ. പക്ഷേ എന്നാരോമലേ നിന്നെ നിനച്ചു എന്നൊരു പ്രയോഗമൊക്കെ വന്നാൽ ആരോമൽ എന്നതിനെ ഒന്നും പിടിച്ചെടുക്കാൻ എന്തു വെച്ച് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. സംഭവം ലളിതമാണ്, ആരോമലേ. പക്ഷെ എന്റെ ആരോമലേ നിന്നെ നിനച്ചു എന്ന് അവിടെ നളൻ പറയുന്നതിന്റെ ആ വരിക്കകത്ത് നിൽക്കുന്ന അസാമാന്യമായൊരു ഭാവപ്രപഞ്ചത്തെ കഥകളിയുടെ രംഗഭാഷയുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ച് എങ്ങനെ ആവിഷ്കരിക്കും എന്നതൊരു നടന്റെ വെല്ലുവിളിയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. രാജീവേട്ടനെ പോലുള്ളവരോട് ഉണ്ട്, അവർക്കത് അനുഭവത്തിലും കൂടുതൽ അറിയാം. താത്വിക ഗഹനതയുണ്ട്, അത് ശരിയാണ്. നളചരിതത്തിന് വലിയ താത്വിക ഗഹനതയുണ്ട്. താത്വിക ഗഹനത കഥകളിയുടെ രംഗഭാഷയ്ക്ക് അത്ര കണ്ട് ചേരാത്തതാണ് എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ താത്വിക ഗഹനത യഥാർത്ഥത്തിൽ ഒരു തിയേറ്ററിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല. ഞാൻ അങ്ങനെ കരുതാത്ത ആളാണ്. താത്വിക ഗഹനത യഥാർത്ഥത്തിൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന മനുഷ്യരുടെ പ്രശ്നമാണ്. അപരിഹരണീയ വിധിയന്ത്ര തിരിപ്പുമൂന്നി എന്നൊരു പ്രയോഗത്തെ നടൻ ആവിഷ്കരിക്കുമ്പോൾ യന്ത്രം, തിരിപ്പ് എന്നൊക്കെ മുദ്ര പിടിക്കുക എന്നതല്ലാതെ എങ്ങനെയൊക്കെ ചെയ്താലും സാധ്യത കുറവുണ്ടാവും. പക്ഷെ ആ സാധ്യത കുറവിനെ സ്വാഭാവികമായിട്ട് മുൻപ് കണ്ട പല്ലവ ശില്പത്തെ പോലെ വീഡിയോ പോയി കിട്ടി അല്ലേ? എനിക്കാണെങ്കിൽ ചില വീഡിയോ കാണിക്കാനുണ്ടായിരുന്നു, അതാണ് കഷ്ടം മുന്നിലുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും പൂർത്തിയാകാത്ത മുദ്രകൾ ഉണ്ടാവാം. പക്ഷെ അത് മുന്നിലിരിക്കുന്ന പ്രേക്ഷകന്റെ, ഞാൻ മുൻപ് കാണിച്ചതുപോലെ പല്ലവ ശില്പത്തെ വായിച്ചെടുക്കുന്നത് പോലെ വായിച്ചെടുക്കേണ്ട ഒന്നാണ് അപരിഹരണീയമായ വിധിയന്ത്രത്തിന്റെ തിരിപ്പ്. അല്ലാതെ അപരിഹരണീയമായ വിധിയന്ത്രത്തിരിപ്പ് എന്ന് പറയുന്നതിന് സുത്തപിടകം വരെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ബൗദ്ധ സങ്കല്പം വരെ ആഴമുണ്ട്. അതിന് ചില്ലറപ്പെട്ട ആഴമല്ല യഥാർത്ഥത്തിലുള്ളത്. ആ സുത്തപിടകത്തിൽ ബുദ്ധൻ പറയുന്ന വിധിയന്ത്രത്തിരിപ്പിൽ നിന്ന് തുടങ്ങുന്നു അതിന്റെ യാത്ര. പിന്നെ എത്രയോ പറയാനുണ്ട്. അതൊന്നും നടന്റെ വിഷയങ്ങളാവേണ്ടതില്ല എന്ന് കൂടി കരുതുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. അതുകൊണ്ട് താത്വിക ഗഹനതയെ നാം കാണുന്ന അങ്ങനെ ഒരു കാര്യമുണ്ട്. സങ്കീർണ അന്വയം. നളചരിതത്തിന്റെ പല പാഠങ്ങളും സങ്കീർണമായ അന്വയങ്ങളുള്ളതാണ്, ദൂരാന്വയങ്ങളുള്ളതാണ്. ഞാൻ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്ക് പറഞ്ഞു നീട്ടാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ കഥകളിയുടെ അവതരണത്തെ അല്പം പ്രശ്നത്തിലാക്കുന്നുണ്ട് പലപ്പോഴും. എങ്കിൽ പോലും അതും പദാർത്ഥാഭിനയത്തിന്റെയും വാക്യാർത്ഥാഭിനയത്തിന്റെയും സാധ്യതകളെ വെച്ച് നടനെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്നാണ് പ്രശ്നം, കഥകളിയുടെ ഒരു അപരഘടനയാണോ നളചരിതം? ഒരു കാലത്ത് നളചരിതത്തെ പറ്റി ഉണ്ടായിരുന്ന ചർച്ചയാണ്, ഉണ്ടായി വരെ നളചരിതയിൽ സത്യത്തിൽ കഥകളി കളിക്കാനാണോ? അത് തന്നെ സംശയാസ്പദമല്ലേ? കഥകളി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് എന്നതിന് എന്തുറപ്പുണ്ട്? കോട്ടയം കഥകളും രാമനാട്ട കഥകളും മാത്രമാണ് മുൻപുണ്ടായി നമുക്ക് ഉറപ്പിക്കാവുന്ന കഥകൾ. മേ ബി കിരാതം പോലും ആണോ എന്ന് സംശയം, കിരാതായിരിക്കാം എന്ന് തോന്നുന്നു. ബാക്കി ഒന്നും പ്രാചീനമായി അതിനു മുമ്പ് ഇല്ല. അതിന്റെ പദഘടനയുമായി ഇതിന് ബന്ധമില്ല. തുടർന്ന് നമ്മളത് പറയും. പദഘടനയുമായി നളചരിതത്തിന്റെ പദഘടനയ്ക്ക്, അതിന്റെ ഘടനാശില്പത്തിന് വലിയ തോതിൽ ബന്ധങ്ങളില്ല, വളരെ കുറഞ്ഞ ബന്ധങ്ങളേ ഉള്ളൂ. മറ്റെന്തോ ഒരു കലാരൂപമായിരിക്കുമോ ഉണ്ണായി സ്വപ്നം കണ്ടത്? എനിക്കതിന് ചില മറുപടികളുണ്ട്, അവിടേക്ക് ക്രമേണ എത്താം. മറ്റൊന്ന് ആദിമധ്യാന്ത പൊരുത്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള സന്ധിശില്പം നളചരിതത്തിന്റെ 1 മുതൽ 4 വരെ കിടക്കുന്നു. ഒരു ഒറ്റ കഥയായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥയിലെ ഒരു കഥാപാത്രത്തിന് അതിനകത്ത് തന്നെ ഒരു പൂർണ്ണതയുണ്ട്. പക്ഷെ 1-ലെ നളൻ പൂർണ്ണമാകുന്നത് 4-ലെ നളൻ അവസാനിക്കുമ്പോഴാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങിയാൽ അസാമാന്യമായൊരു ആദിമധ്യാന്ത പൊരുത്തത്തിന്റെ ഭാരമുണ്ട്. 4-ലെ നളൻ ആവിഷ്കരിക്കുന്ന, 4-ലെ ബാഹുകൻ ആവിഷ്കരിക്കുന്ന പക്വമായ കഥാപാത്ര പ്രകൃതത്തോട് തീർത്തും അനുക്രമമായ ഒരു പിന്നില ഈ കൗമാരത്തിൽ നിൽക്കുന്ന നളൻ ഇവിടെ ആവശ്യമുണ്ട് എന്നത് മുതലുള്ള ദീർഘമായ ഒരു ആദിമധ്യാന്ത പൊരുത്തത്തിന്റെ ആലോചന നടനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ദമയന്തിക്ക് എല്ലാറ്റിനും അത് പ്രധാനമാണ്. അങ്ങനെ സാധാരണ കഥകളി മറ്റ് കഥകൾ ആവശ്യപ്പെടാത്ത അനേകം പ്രശ്നങ്ങളെ നളചരിതം ആവശ്യപ്പെടുന്നുണ്ട്. ആ വെല്ലുവിളികൾ മുന്നിൽ ഉയർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു തെളിവിലേക്ക് പോവുകയാണ്. ദമിത പാഠം എന്നതിന്റെ ഏറ്റവും പഴയ, ഇന്നും കഥകളിയിൽ നിലനിൽക്കുന്ന, ഇന്നും കഥകളിയിൽ തിളങ്ങി നിലനിൽക്കുന്ന ദമിത പാഠത്തിന്റെ, ദമിത ഭാഷ്യത്തിന്റെ തെളിവ് എന്ന് ഞാൻ കരുതുന്നത് നൂനമീ വഴി ചെന്നാൽ എന്ന് കഥകളിയിൽ ആവിഷ്കരിക്കുന്ന വിധാണ്. നൂനമീ വഴി ചെന്നാൽ എന്ന് കഥകളിയിൽ ആവിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എങ്കിലും ഞാൻ അതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ നമുക്കറിയാം. നൂനം ഈ വഴി ചെന്നാൽ കാണാം പയോഷ്ണിയാറും എന്ന്
ആട്ടി ഓടിക്കപ്പെട്ട രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട നടൻ കാട്ടിലൂടെ ദമയന്തിയുമായി നടക്കുന്ന സമയത്തുള്ള ഒരു നാളും നിരൂപിതമല്ലേ എന്ന പദത്തിന്റെ അവസാന ഭാഗത്തിൽ വരുന്നു. നൂനം ഈ വഴി ചെന്നാൽ കാണാം പയോഷ്ണിയാറും എന്നതിന് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പയോഷ്ണി നദിയുടെ അടുത്തെത്തുമെന്ന് മാത്രമേ ഉണ്ണായിയുടെ അകത്തർത്ഥമുള്ളൂ. ഉണ്ണായിയും അതിലപ്പുറം വലിയ അർത്ഥങ്ങളൊന്നും അതിനകത്ത് കൊടുത്തിട്ടുമില്ല. പക്ഷെ കഥകളിക്കാരതല്ല ചെയ്തത്. അതിന് എത്രയോ മുൻപ് ബാധിക്കപ്പെട്ട കലിബാധയുടെ ഗ്രഹണം ദമയന്തിയെ ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിന്റെ അടുത്തേക്ക് ക്രമേണ നളനെ എത്തിച്ചിരിക്കുന്നു എന്നും ആ കലിബാധയുടെ ഗ്രഹണത്തിന്റെ ഏതൊക്കെയോ ഗ്രഹണരാശികൾ നളന്റെ തലച്ചോറിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ആ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് നളൻ ഒരു നിമിഷം സ്വയമറിയാതെ ദമയന്തി ഉപേക്ഷിച്ച് കടന്നു പോവുകയാണെന്നും രംഗത്ത് ചിത്രീകരിക്കുന്ന ഒരു രംഗക്രിയയെ കഥകളിയിലെ നടന്മാർ നിർമ്മിച്ചെടുത്തു. ഇതാരാണ് നിർമ്മിച്ചെടുത്തതെന്ന് ചോദ്യമാണ്. പലരും പല ഉത്തരം പറയും. പക്ഷെ ആ ഉത്തരങ്ങൾ അത്ര ശരിയല്ലെന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം. അവിടേക്ക് ഞാൻ എത്താം. ഈ രംഗം നമുക്ക് ആ ഒരൊറ്റ വരി ആവിഷ്കരിക്കുന്നത് ഒന്ന് കാണാം. ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ, കഥകളി നടന്മാർ കഥ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടി മാത്രം. കൃഷ്ണകുട്ടി ആശാനാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും കണ്ടാൽ അറിയാമല്ലോ. കൃഷ്ണകുട്ടി ആശാൻ അത് വളരെ മനോഹരമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തതും. ആശാൻ അത് വളരെ ഗംഭീരമായിട്ട്, ആശാന്റെ ആ ഒരു മെയ്വഴക്കം കൊണ്ടുമൊക്കെ അത് അധികം ഇതിൽ കാണുന്നതിലും ഗംഭീരമായി നിരവധി വേദികൾ കൃഷ്ണകുട്ടി ആശാൻ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മതിലകം രേഖകളാണ് നമ്മുടെ മുന്നിലുള്ള നടയരത്തിന്റെ ഏറ്റവും പഴയ രേഖകൾ. മതിലകൻ രേഖകൾ 1836 മതിലകൻ രേഖ. 1836 മേടമാസത്തിൽ അവിടെ നടന്ന കഥകളികളുടെ രേഖയ്ക്കകത്ത് ഒരു ശങ്കരൻ പോറ്റി എന്ന് പറയുന്ന, തോട്ടം ശങ്കരൻ പോറ്റി ആ നടനല്ല, മറിച്ച് മറ്റൊരു ശങ്കരൻ പോറ്റി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടുള്ള വിവരണത്തിനകത്ത് ശങ്കരൻ പോറ്റിക്ക് ഒരാൾ ഒരു സ്വർണമാല സമ്മാനിച്ചു. അത് മതിലകൻ രേഖയ്ക്കകത്ത് കഥകളി നിരൂപണമൊന്നുമില്ല, മറ്റ് കണക്കുകളാണ് അതിനകത്തുള്ളത്. പക്ഷെ സ്വർണമാല സമ്മാനിച്ചു. ആ കാര്യം അവിടെ എഴുതണം. ആ സ്വർണമാല സമ്മാനിച്ച സമയം എഴുതുന്നത് ഈ വഴി കാണിച്ചു കൊടുപ്പാനായി തുനിയുന്ന സമയത്ത് പിന്നിലേക്ക് തിരിഞ്ഞു പോകുന്ന നളന്റെ അഭിനയം കണ്ട് അത്ഭുത പരതന്ത്രനായി ഒരു നമ്പൂതിരി സ്വർണമാല സമ്മാനിച്ചു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1700 അവസാനം കഴിയുമ്പോൾ, ഉണ്ണായിയുടെ കാലശേഷം ഏതാണ്ടൊരു 30 വർഷം കഴിയുമ്പോഴേക്കും ഈ അഭിനയം കഥകളിക്കകത്ത് വന്നു കഴിഞ്ഞു. ഏറ്റവും പ്രാചീനമായ കഥകളിയുടെ രംഗഭാഷ നിർമ്മിച്ചെടുത്ത എത്രയോ നടന്മാരുടെ, നമുക്കറിയുന്നവരും അറിയാത്തവരുമായ നടന്മാരുടെ കയ്യൊപ്പ് പതിഞ്ഞതാണ് ഈ അഭിനയം. പലരും അത് ഉപേക്ഷിക്കാറുണ്ട്. ഉപേക്ഷിക്കരുത് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അത് നടന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു പഴക്കം അത്ര വലുതാണ്. നളചരിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കപ്പെട്ട ഒരു ദമിത പാഠമാണിത് എന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായി പറഞ്ഞത്. അഭിനയ പാഠം പറയുമ്പോൾ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. 1745 അൽപ്പശി ഉത്സവത്തിനെ കുറിച്ചിട്ടുള്ള മതിലകം രേഖയ്ക്കകത്ത് ഉണ്ണായി വാര്യരുടെ 4 കഥയും കളിച്ചതായിട്ട് രേഖയുണ്ട്. മതിലകൻ രേഖയിൽ 745 ഉണ്ണായി വാര്യർ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തുള്ള അദ്ദേഹം നളചരിതം കണ്ടിരുന്നോ ഇല്ലയോ എന്നതിനെപ്പറ്റി നമുക്ക് രേഖകളൊന്നുമില്ല. പക്ഷേ ഉണ്ണായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഥകളിയായി നളചരിതം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേ ചർച്ച അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥകളിക്കല്ല ഉണ്ണായി ഇത് എഴുതിയത്. എന്തിനെഴുതിയാലും ഉണ്ണായി മരിക്കുന്നതിന് മുൻപേ നളചരിതം കഥകളിയായി കളിക്കപ്പെട്ടു എന്നതിന് കൃത്യമായ രേഖ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. മതിലകൻ രേഖകൾ ഞാനിരുന്ന് പരിശോധിക്കുമ്പോൾ 1745 അൽപ്പശി ഉത്സവത്തിന് നളചരിതം കളിക്കുന്നു. 1745 ഉണ്ണായി വാര്യർ തിരുവനന്തപുരത്ത് ഹാജരാണ്. ഉണ്ണായി അത് കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലായിരിക്കാം. പക്ഷേ ഉണ്ണായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഥകളിയായി നളചരിതം കളിച്ചിട്ടുണ്ട്. പിന്നിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ രാമനാട്ടത്തിന്റെയും കോട്ടയം കഥയുടെ ഒരു പശ്ചാത്തലമുണ്ട്. നളചരിതത്തിന് പ്രധാനമായും 2 തരത്തിലുള്ള അതിന്റെ ഘടനകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പദഘടനയും ധ്വനിഘടനയും ഇതിനകത്ത് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. അതിനെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ പെട്ടെന്ന് പരിചയപ്പെട്ടു പോവാം. നളചരിതത്തിന്റെ പദഘടനയ്ക്ക് മുൻപുള്ള കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദഘടന എന്ന് പറയുന്നത് രാമനാട്ടത്തിന്റെ ഘടനയാണ്.
8 അക്ഷരം, 10 അക്ഷരം, 16 അക്ഷരം വരെ വരുന്ന പദങ്ങളാണ് നമുക്ക് കൃത്യമായി രാമനാട്ട കഥകൾക്കകത്ത് കാണാൻ പറ്റുക. സുന്ദരീമണിയായ സീതതൻ വൃത്തം എന്നതുപോലെ ഒരു ഘടന. അല്ലെങ്കിൽ വലിയ വലിയ അക്ഷരങ്ങൾ കൂടിയ വരി വരികയാണെങ്കിൽ നിസ്തുല്യ ഹസ്തബലവാനാം പ്രഹസ്തകൾ എന്നതുപോലെ വരുന്ന വരികളുടെ ഒരു ഘടന. ഈ ഘടനകളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, മൊത്തത്തിൽ എണ്ണിക്കഴിഞ്ഞാൽ 13 ഘടനകളാണ് നമുക്ക് രാമനാട്ട കഥകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. 13 പദഘടനകളെ നമുക്ക് കാണാൻ പറ്റും. അവയ്ക്കകത്ത് നമുക്കറിയാം, കൊട്ടാരക്കര തമ്പുരാൻ അത്ര വലിയ കവി എന്ന നിലയ്ക്ക് നമുക്ക് വ്യവഹരിക്കാവുന്ന ഒരാളല്ല. മാത്രമല്ല, പലപ്പോഴും വരികളുടെ കൂട്ടിപ്പിടുത്തമൊക്കെ വലിയ പ്രശ്നങ്ങളുമാണ്. ഈ വസ്ത്രം ചുറ്റി തീ കൊളുത്തുക വൈകാതെ പോലെ കിടക്കുന്ന ഒരുപാട് വരികൾ കാണാനും പറ്റും. അത് നമുക്ക് കഥകളിയിൽ പ്രചാരത്തിലുള്ളത് അതായതുകൊണ്ടാണ് ആ പ്രശ്നം നമുക്ക് മുന്നിലുള്ളത്. അല്ലാതെയും നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പക്ഷേ പദഘടന വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞതാണ്, അത്ര സങ്കീർണമായൊരു പദഘടന അതിനകത്തില്ല. കഥകളിക്കാർ കാലം കൊണ്ട് നിർമ്മിച്ചെടുത്താണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന മറ്റ് സാങ്കേതികതകളെല്ലാം. ഇപ്പൊ മാരീച നിശാചര പുങ്കവയിൽ നിന്ന് സുന്ദരീമണിയായ സീതതൻ വൃത്തത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഭാവവ്യതിയാനത്തിന് അനുഗുണമായി അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിന്റെ സൗന്ദര്യം അസാമാന്യമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് കഥകളിയുടെ ആചാര്യന്മാരുടെയും നടന്മാരുടെയും സംഭാവനയാണ്. കൊട്ടാരക്കര തമ്പുരാന്റേതല്ല. കോട്ടയം കഥകളിലേക്ക് വന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ പറയാൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എൻ്റെ മുന്നിൽ സമയമില്ല. കോട്ടയം കഥകളിലേക്ക് വന്നാൽ, കോട്ടയം കഥകളുടെ പദഘടന വളരെ രസകരമായൊരു വിഷയമാണ്. ഞാൻ ഒരു ദീർഘപ്രബന്ധം എഴുതണമെന്ന് വിചാരിക്കുന്ന, പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റിയാൽ എഴുതണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കോട്ടയം കഥയുടെ പദഘടന എത്തുമ്പോഴേക്കും ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കോട്ടയത്ത് തമ്പുരാൻ നിസ്സംശയമായും പ്രാചീന തമിഴകം പോലെ വിസ്തൃതമായ പുറത്തുനിന്ന് വന്ന ആളുകളുടെ കൂടി, അതായത് തമിഴകം എന്ന് നാം ഇന്ന് വ്യവഹരിക്കുന്ന തമിഴ്നാട്ടിലോ കർണാടകയുടെയോ ആന്ധ്രാപ്രദേശിന്റെ ഇങ്ങേയറ്റത്തെയോ ഭൂപ്രദേശത്തു നിന്ന് വരുന്ന കലാകാരന്മാരോ സംഗീതകാരന്മാരോ അടക്കം സംവാദക്ഷമമാകുന്ന ഒരു സ്ഥലമായിട്ട് അന്നത്തേക്ക് പഴശ്ശി കോവിലകവും രാജവംശവും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഗോവിന്ദമാദ്യം ഗുരു എന്ന പ്രയോഗം ഉണ്ടല്ലോ, മാതങ്കാരണം എന്നതിൽ. ഗോവിന്ദൻ ആരാണ് ഗുരു എന്ന ചോദ്യം മുൻപേ ഉണ്ട്. മായാവരം ഗോവിന്ദ ദീക്ഷിതരെന്ന ആ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന പഴയ തമിഴ് പണ്ഡിതനാണോ? കേരളീയൻ അല്ലാത്ത ആളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സാധ്യതയുടെ ഏറ്റവും നല്ല തെളിവാണ് തേവാരത്തിൽ, നമ്മൾ തമിഴ് തേവാരത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുമുറൈ വീണ്ടെടുപ്പ് ആയിട്ട് പിന്നീട് രാജരാജ ചോഴൻ വീണ്ടെടുക്കുന്ന 2000 വർഷം മുമ്പെങ്കിലും എഴുതുന്ന അപ്പർ സുന്ദരാർ സമ്പന്തർ എന്ന 3 ശൈവ സന്യാസിമാർ എഴുതി ചിദംബരത്ത് സൂക്ഷിച്ചു വെക്കപ്പെട്ട തേവാരം, ഇന്ന് തമിഴ്നാട്ടിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ചൊല്ലപ്പെടുന്ന പാടപ്പെടുന്ന തേവാരത്തിന്റെ പല ഘടനകളും പദഘടനകളും അത്ഭുതകരമാം വിധം നമുക്ക് കോട്ടയം തമ്പുരാന്റെ എഴുത്ത് കാണാം. മലയാളത്തിൽ അങ്ങനത്തെ എഴുത്തേയില്ല. മലയാളത്തിൽ ആ കാലത്ത് ഒരു സാഹിത്യകൃതി പരിശോധിച്ചാലും അങ്ങനത്തെ എഴുത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. ശംഭോ മഹാദേവ ശംഭോ, ജയ സാംബ സദാശിവ ശംഭോ, ശംഭോ മഹാദേവ ശങ്കര ശംഭോ എന്ന് തേവാരക്കാരെല്ലാം പാടും. തേവാരത്തിനകത്ത് വൃന്ദാവൻ നന്ദവനത്തിലെ താണ്ടി ഉന്നൈ നന്ദനാം കണ്ണൻ വൻറോന്തി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ ഘടന നമുക്ക് കോട്ടയം തമ്പുരാന്റെ കൃതിയിൽ സുലഭമാണ്. പൂഞ്ചോല തോറും നടന്നു, നല്ല പൂമണം മെല്ലെ നുകർന്നു, ചാഞ്ചാടി മോദം കലർന്നു, നല്ല ചാരുപവനൻ വരുന്നു, വിജയനഖമിത കൈ തൊഴുന്നേൻ, നഗരീതി സാരപരിദോഷ. ഇത്ര വേണമെങ്കിൽ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിരി വരുന്നത് നമ്മളിൽ നിന്ന് അങ്ങനെയല്ല കേൾക്കുന്നത്. അത് എത്രയോ ചരിത്രഘട്ടങ്ങൾ പിന്നിട്ടാണ് നാം അത് ഈ പറയുന്ന അടന്തയുടെ മതിലും ഒക്കെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതൊക്കെ വേറെ കാര്യങ്ങളാണ് കേട്ടോ. ആ ഘടനയുണ്ടല്ലോ, ആനന്ദക്കളിപ്പ് എന്ന് ആണ് ആ ഘടനയ്ക്ക് പറയുക. ഈ ഘടനയുടെ തമിഴ് പേര് ആനന്ദക്കളിപ്പ് എന്നാണ്. ആനന്ദക്കളിപ്പ് എന്നുള്ള ഘടന നമുക്ക് പ്രാചീന നമ്മുടെ മലയാള സാഹിത്യകൃതിയിൽ കാണാവുന്ന കോട്ടയം തമ്പുരാനിൽ മാത്രമാണ്. ഇങ്ങനെ അനേകം പ്രത്യേകതകളുണ്ട്. ഇവയൊന്നുമായും നളചരിതത്തിന് ബന്ധമില്ല. ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയ വിഷയങ്ങളാണ്, പോകുന്നില്ല. ഇവയൊന്നുമായും നളചരിതത്തിന് ബന്ധമില്ല. ഇതാണ് അതിന്റെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. നളചരിതത്തിൽ നിങ്ങൾക്ക് കോട്ടയം തമ്പുരാന്റെ ഘടനയിലുള്ള പദങ്ങൾ കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് ആവിഷ്കരിക്കുമ്പോൾ അങ്ങനെ ആവുന്നേ ഉള്ളൂ. വരികളുടെ എണ്ണക്കണക്ക് അങ്ങനെയല്ല. ഊർജിതാശയ പാർത്ഥിവ തവ ഞാൻ ഉപകാരം കുര്യാം പോലൊരു വരി കോട്ടയം തമ്പുരാൻ ജീവിതത്തിൽ എഴുതില്ല. അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നളചരിതം കഥകളിക്കുള്ളതാണോ എന്ന സംശയം പലർക്കും തോന്നാൻ തന്നെ കാരണം ഇതാണ്.
നളചരിതത്തിന്റെ മണിപ്രവാളവും ഈ ഉദാഹരണം തന്നെ എടുത്താൽ അറിയാലോ, ഉപകാരം കുര്യാം എന്നൊരു പ്രയോഗമൊന്നും മണിപ്രവാളത്തിന്റെ പൊതു നിയമങ്ങളോട് തന്നെ അത്ര ചേരുന്നതായിട്ട് മണിപ്രവാള സാഹിത്യത്തിലെ വ്യവസ്ഥാപിതവാദികൾ പറയില്ല. ഉണ്ടായി അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു വിപ്ലവകാരി ആയതുകൊണ്ടാണ് ഈ ഉപകാരം കുര്യാം ഒക്കെ കയറി കിടക്കുന്നത്. ഇത്തരത്തിൽ അനേകം വ്യത്യസ്തതകളുടെ ഒരു കൂമ്പാരമാണ് നളചരിതത്തിന്റെ പദഘടന എന്ന് പറയുന്നത്. അപൂർവ ശൈലികൾ, മഞ്ജുഷ പറഞ്ഞതുപോലെ മിളിതം പദയുകളെ പോലെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് സംസ്കൃതത്തിൽ പറയുക, സംസ്കൃതത്തിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പറയുക, മലയാളത്തിൽ പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ വളരെ വിചിത്രമായ രീതിയിൽ കേളനോട് എന്നൊക്കെ തരത്തിലുള്ള പ്രയോഗങ്ങൾ വെക്കുക. കേൾ എന്ന ഉണ്ണായി പ്രയോഗിക്കുന്നെങ്കിൽ ഇരുന്ന് ചിന്തിക്കണം എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. കാരണം കേളിന് കേൾക്കുക എന്നതിനും പറയാം, ചോദിക്കുക എന്നുള്ളതിനും പറയാം, ഉണ്ണായി എന്തിനാണത് പറഞ്ഞത് എന്നത് ആദ്യം ഇരിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഉണ്ണായിയുടെ എഴുത്തിന്റെ രീതിശാസ്ത്രം മുഴുവൻ. അസാമാന്യമായൊരു കുസൃതി കുടുക്കയാണ് എന്ന് തോന്നും. ആ തരത്തിലാണ് ഉണ്ണായിയുടെ എഴുത്തിന്റെ രീതിശാസ്ത്രം മുഴുവൻ. വിചാരപദങ്ങൾ, വിചാരപദമായിട്ടാണോ ഉണ്ണായി അത് എഴുതിയത് എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായ തെളിവൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആധുനികതയുടെ ഘട്ടം വന്നപ്പോഴുണ്ടായിരുന്ന വ്യക്തി സംഘർഷങ്ങളുടെ ആവിഷ്കരണത്തിന് മുഴുവൻ സാധ്യതകളും നിൽക്കുന്ന ഒരു കൂട്ടം വിചാരപദങ്ങൾ നമ്മൾ അവിടെ കാണുകയാണ്. കർണശബ്ദം മാലി എഴുതുമ്പോഴുള്ള കാലമല്ല അത്, എന്തിഹമന്മാസെ രചിക്കപ്പെടുന്ന ഒരു കാലമേ അല്ല അത്. നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ലളിതമായി തോന്നും. പക്ഷേ 200 വർഷത്തിന്റെ മുമ്പ്, 250 വർഷത്തിന്റെ മുൻകാലത്ത് വിജനേബത പോലെ, മറിമാൻ കണ്ണി പോലെ ഒരു കാര്യത്തെ ചിന്തിച്ചെടുക്കുക എന്ന് പറയുന്നത് നോ ഡൗട്ട് അറ്റ് ഓൾ ഉണ്ണായി ഇവിടെ മാല കെട്ടിയിരുന്ന ഒരു മനുഷ്യനായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ ഞാൻ എത്രയോ എന്താ പറയാ കാളിദാസനെ പോലെയോ മറ്റോ കാണുന്നു. അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. മുദ്രാരഹിത പദങ്ങൾ, അതിനെപ്പറ്റി ഞാൻ മുൻപ് പറഞ്ഞു, ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പദഘടനയിൽ ഇവയാണെങ്കിൽ ധ്വനിഘടനയ്ക്കകത്ത് സന്ധിശില്പത്തിന്റെ ബഹുലത ഒരു പ്രധാന വിഷയമാണ്. എന്ന് വെച്ചാൽ നളചരിതത്തിലെ ഓരോ കഥയും ഇപ്പൊ നമ്മൾ കളിക്കുന്നല്ലാത്ത പല കഥകളികളും ചിന്തിക്കാവുന്നതാണ്. പല സന്ധിശില്പ സാധ്യത. അപ്പൊ 4-ാം ദിവസം നമ്മളിപ്പോ കളിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം നമുക്ക് പ്രധാനം നളചരിതത്തിൽ നളനും ദമയന്തിയും കൂടി കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഋതുപർണന് പറ്റിയ അമളി, ഇതാണ് നാം കഥകളി കളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. അതൊരു കഥകളിയാക്കാം. 4-ാം ദിവസം എടുത്തിട്ട് ഋതുപർണൻ രംഗത്തേക്ക് വരുന്നു. അതിനുള്ള രംഗങ്ങൾ നളചരിത ഉണ്ണായി എഴുതി വെച്ചിട്ടുണ്ട്. വരുമ്പോ യാതൊന്നും ഇവിടെ ഇല്ല, പ്രതീക്ഷിച്ച ഒന്നുമില്ല, വന്നപ്പോൾ ഞാൻ വെറുതെ വന്നതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം വേറെ ഒരു അപാരമായ സട്ടയറുള്ള മറ്റൊരു കഥ അവിടെ കിടക്കുന്നുണ്ട്. തിരിച്ച് രാജ്യം വീണ്ടെടുക്കുന്ന നളൻ, അത് വേറൊരു കഥയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ അനേകം സന്ധിശില്പ ബഹുലത നളചരിതത്തിന്റെ എല്ലാ കഥകളിൽക്കകത്ത് നമ്മൾ കണ്ടെത്തും. പലപ്പോഴും പൂർവ്വഭാഗം ഉത്തരഭാഗം എന്ന നിലയ്ക്ക് നാം ഇതിലെ 2-3 ഭാഗങ്ങളെ എടുക്കാറുണ്ട്. സമ്പൂർണ്ണാവതരണത്തിൽ പല ഭാഗങ്ങളെ എടുക്കാറുണ്ട്. പക്ഷേ ഒരു ഭാഗത്തെ പ്രത്യേകമായി എടുത്താൽ പല സന്ധിശില്പങ്ങൾ കണ്ടെത്താവുന്ന ഒരു ബഹുലത ഇതിനകത്തുണ്ട്. കഥാപാത്ര വ്യക്തിത്വത്തിന്റെ ഈ പൂർണ്ണത അക്കാലത്തെ സാധാരണ ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധം, ധ്വനി സമ്പൂർണമാം വിധം കഥാപാത്രങ്ങൾ പൂർണ്ണമാണ്. എന്ന് വെച്ചാൽ നളനും ദമയന്തിയും മാത്രമല്ല പൂർണ്ണതയിൽ നിൽക്കുന്നത്. കോട്ടയം തമ്പുരാനിൽ കാണുന്നത് പോലെ നമുക്ക് പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളുടെ കഥാപാത്രം കുറെ കൂടി പൂർണ്ണമാണെന്ന് നമുക്ക് പറയാം. അനേകം അപ്രധാന കഥാപാത്രങ്ങൾ, സൂചനകൾ മാത്രമായിട്ട് തമ്പുരാനിൽ പോലും കിടക്കുന്നത് നമ്മൾ കാണും. ഉണ്ണായിൽ അത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പർണാദൻ പോലും അസാമാന്യ വ്യക്തിത്വമാണ്. സുദേവൻ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്, അങ്ങേയറ്റത്തെ വ്യക്തിത്വമാണ്. പ്രധാനപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. ദ്വാപരൻ പോലും ഒരു വ്യക്തിത്വമുള്ള കഥാപാത്രമാണ്. ആ രീതിയിലുള്ള വ്യക്തിത്വത്തിന്റെ പൂർണ്ണത. മനഃശാസ്ത്ര സമീപനങ്ങൾ നമുക്കറിയാവുന്ന പോലെ വിജനേബത എന്ന പദം, അവിടങ്ങൾ, സങ്കടങ്ങൾ, ഘോരവിപിനം എന്ന പദം, ലോകപാലന്മാരെ എന്ന കഠിനമായ ദുഃഖത്തിന്റെ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ വിൽഫ്രഡ് യൂങ്ങിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ദ സെക്കൻഡ് പ്ലേസ് ഓഫ് മറ്റേ സോറോ എന്ന് പറയുന്ന ദുഃഖത്തിന്റെ 2-ാം തലം എന്ന് പറയുന്ന കരച്ചിലിന്റെയും വിലാപത്തിന്റെയും ഒരു അവസ്ഥയിൽ നിന്ന് ദ തേർഡ് പ്ലേസ് ഓഫ് സോറോ എന്ന് പറയുന്ന 3-ാം തലം എന്ന് പറയുന്ന അപാരമായ ഒരുതരം മരവിപ്പിൽ നിന്ന് അതിനപ്പുറം നിൽക്കുന്ന ഒരു ബോധ്യത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വേറൊരു തരം താത്വിക വിചാരത്തിലേക്ക് സഞ്ചരിക്കുന്ന ദൂരമൊക്കെ ഉണ്ടല്ലോ. അത് സാധാരണ നിലയ്ക്ക് അന്ന് ആ മനഃശാസ്ത്ര സമീപനത്തിന്റെ ആഴം യുങ് അതിന് ശേഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യുങ് എവിടെയോ ജനിച്ചില്ലേ എന്ന് ഉണ്ണായിക്ക് അറിയില്ല, ഉണ്ണായി ഉള്ള കാലത്ത് ഇല്ല താനും. പക്ഷേ അതെല്ലാം ഉണ്ണായി ആ കാലത്തെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പ്രകൃതി ബിംബങ്ങളുടെ ഒരു സമ്പന്നത. മലയാള കവിത കണ്ട ഏറ്റവും മികച്ച പ്രകൃതി ബിംബങ്ങൾ ഇന്നും ഉണ്ണായിൽ കിടക്കുകയാണ്. ശ്യാമ ശശീനം രജനീവ എന്ന് കേൾക്കുമ്പോൾ ഇന്നും നാം തരിക്കുന്നു.
അത്തരത്തിലുള്ള എത്രയോ ബിംബങ്ങൾ, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന അനേകം ബിംബങ്ങൾ, കേവല പ്രകൃതി ബിംബങ്ങളല്ലാതെ, അതൊരു കേവലമായൊരു പ്രകൃതി വർണ്ണനയല്ല. ആ കഥാപാത്രത്തിന്റെ സൂക്ഷ്മ വിചാരങ്ങളുമായി പ്രകൃതി ബിംബങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഉണ്ണായിയുടെ ശേഷി. ഉദാഹരണങ്ങൾ നിരവധിയാണ്, ഞാൻ നീട്ടുന്നില്ല. പ്രണയം എന്ന് നാം പറയുന്നൊരു കാര്യം, അത് അത്ര സുപരിചിതമല്ല എന്ന് നമുക്കറിയാലോ. ഉണ്ണായിയുടെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കാമത്തിൽ നിന്ന് പ്രണയത്തിലേക്കുള്ള ദൂരം കാൽപ്പനിക കവിത സഞ്ചരിച്ചത് കുമാരനാശാന്റെ കാലത്താണെന്നൊക്കെ നാം പറയും. അല്ലെങ്കിൽ VC ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപമൊക്കെ മുതലാണ് എന്ന് മഞ്ജുഷയെ പോലുള്ള മലയാള പണ്ഡിതർ പറയും. അപ്പം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കാൽപ്പനികതയുടെ ആധുനിക ഘട്ടത്തിലെ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം വരുന്നതിന് എത്രയോ കാലം മുൻപ് തന്നെ ഉണ്ണായിയുടെ കവിതയിൽ നമുക്ക് പ്രണയം കാണാൻ പറ്റും, യഥാർത്ഥത്തിലുള്ള പ്രണയം കാണാൻ പറ്റും. വെറും ശരീരനിഷ്ഠമായ ഇഷ്ടത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ആഴത്തിലുള്ള ഒരു വ്യക്തിയോട്, ഒരൊറ്റ വ്യക്തിയോട് മാത്രം തോന്നുന്ന ആ ഊന്നലുണ്ടല്ലോ, സ്നേഹത്തിന്റെ ഊന്നൽ എന്ന് പറയുന്നത്. നാഥാ നിന്നെ കാണാഞ്ഞ് പീതാ ഞാൻ കണ്ട വഴി ഏതാകിൽ എന്തു ദോഷം എന്ന് തോന്നുന്ന ആ വിചാരം, മറ്റാരിലേക്ക് മൂന്നാത്ത ആ വിചാരം, അത് നമുക്ക് നളയരത്ത് കാണാൻ പറ്റുമെന്നത് മറ്റൊരു അത്ഭുതമാണ്. ഉപാഖ്യാനത്തിന്റെ വിച്ഛേദം, നളോപാഖ്യാനത്തിൽ നിന്ന് ഉണ്ണായി നടത്തിയിരിക്കുന്ന നിരവധി വിച്ഛേദങ്ങളുണ്ട്. അവ എങ്ങനെയാണ് ഇതിന്റെ ധ്വനിഘടനയെ നിർമ്മിച്ചെടുത്തത് എന്നുള്ളത് ഒരു ദീർഘ പരിശോധന അർഹിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ദീർഘമാണെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. രംഗചരിത്രത്തിലെ അഭിനയ സൂചനകൾ പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലവർഷം 10-ാം ശതകത്തിലാണ് ഉണ്ണായിയുടെ സംഭവം തിരുവിതാംകൂറിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് സമ്പൂർണ്ണാവതരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അന്ന് തിരുവിതാംകൂറിലെ അവതരണങ്ങളെല്ലാം സമ്പൂർണ്ണമാണ്. ബാലവിജയൊക്കെ സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ചാക്രിക രീതി എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ആ കാലത്ത് തിരുവിതാംകൂർ കൊട്ടാരം കളിയോഗത്തിൽ കാണുക. ഏതാണ്ട് 43ഓളം കഥകളാണ് പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത്. 43 കഥകൾ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും 1ാമത്തെ കഥ ആരംഭിക്കുന്നു. ഇപ്പോൾ കൃഷ്ണാട്ടൊക്കെ ഗുരുവായൂർ നടക്കുന്നത് പോലെ തന്നെ അതിനകത്തേക്ക് എപ്പോഴെങ്കിലും പുതിയ കഥകൾ ഇൻക്ലൂഡ് പെട്ടെന്ന് ചേർക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇട്ടിരാരിശമേനോന്റെ കഥകളൊക്കെ അങ്ങനെ ചേർക്കപ്പെടുന്ന കഥകളാണ്. അപ്പം ഈ എണ്ണം കൂടും. അപ്പോഴും ഈ ചാക്രിക രീതി നിലനിർത്തപ്പെടും. ഒരു ദിവസം ഒരു കഥയേ ഉള്ളൂ. ആ കഥയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പുലരും വരെ അത് കളിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണായിയുടെ കഥകളൊക്കെ ആ കാലത്ത് സമ്പൂർണ്ണമായിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അനിഴം തിരുനാളിന്റെ കാലത്ത് തിരുവാരൂരിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് ഗായകർ അയക്കപ്പെടുന്നുണ്ട്. ഗായക സംഘമാണ് അയക്കപ്പെടുന്നത്. 13ഓളം ഗായകർ തിരുവിതാംകൂറിൽ നിന്ന് തിരുവാരൂരിലേക്ക് അയക്കപ്പെടുന്നു. തിരുവാരൂരിൽ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ പേര് ത്യാഗരാജൻ എന്നാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. തിരുവാരൂരിൽ അന്ന് പ്രധാനമായും പാട്ട് പഠിപ്പിക്കുന്ന ആളുടെ പേര് ത്യാഗരാജ സ്വാമികൾ എന്നൊക്കെ നാം പറയുന്ന ആളാണ്. നമുക്കറിയില്ല ത്യാഗരാജന്റെ അടുത്ത് പോയി അക്കാലത്ത് തിരുവിതാംകൂറിൽ നിന്ന് പാട്ട് പഠിച്ചു വന്നതിന് രേഖകളൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, തിരുവാരൂരിൽ പോയിട്ട് സോപാന സംഗീതം പഠിക്കില്ലല്ലോ. എന്തായാലും പഠിക്കുന്ന പാട്ടെന്തായാലും സോപാന സംഗീതമാവില്ലല്ലോ. അപ്പോൾ ആ പഠിച്ചു വന്ന പാട്ടെന്തായിരിക്കും? മുത്തുസ്വാമി ദീക്ഷിതർ ആ കാലത്തേക്ക് തന്റെ വാരണാസി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞു. അതായത് അതിന്റെ അർത്ഥം ചേതശ്രീ ബാലകൃഷ്ണത്തിന്റെ രചന പൂർത്തിയായി കഴിഞ്ഞു. ദ്വിജാവന്തി എന്ന രാഗം വന്നു കഴിഞ്ഞു. ഏറ്റവും പഴയ രേഖകളിൽ പോലും നളയരത്തിൽ ദ്വിജാവന്തി മറിമാൻ കണ്ണിക്ക് കിടക്കുന്നു. ലിങ്കുകൾ, കൂട്ടിച്ചേർക്കാവുന്ന ചരടുകൾ നിരവധിയാണ്. കഥകളി രംഗത്തിലെ ഒരു അജ്ഞാത വൻകരയുണ്ട്. കഥകളി രംഗം എന്ന KPS മേനോന്റെ പുസ്തകം എടുത്താൽ ഏതാണ്ട് ഒരു ദീർഘകാലം, നളനുണ്ണിയുടെ കാലം വരെയുള്ള കാലത്തെ നളയരത്തിന്റെ ആവട്ടെ, തെക്കൻ കഥകളി നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന കപ്ലിങ്ങാടൻ കളരിയത്തെ നടന്മാരെ ആകട്ടെ KPS മേനോൻ തൊട്ടിട്ടില്ല. അത് KPS മേനോൻ ചെയ്ത ഒരു അക്ഷന്തവ്യമായ അപരാധമാണെന്ന് അദ്ദേഹത്തോടുള്ള സമ്പൂർണ്ണമായ ബഹുമാനത്തോടെ എനിക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആ കാലത്ത്, പക്ഷെ അദ്ദേഹം നടത്തിയ ഗവേഷണത്തെ ഒന്നും ഇന്ന് നടത്താൻ കഴിയാത്ത വലിയ ഗവേഷണമാണ് അദ്ദേഹം നടത്തിയത്. അതിനൊന്നും സംശയമില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമമാണ് ആ കാര്യത്തിൽ. പക്ഷേ ഒരു വലിയ കാലത്തെ തെക്കൻ കഥകളിയിലേക്ക്, തിരുവിതാംകൂറിൽ നടന്ന കഥകളിക്കകത്ത് എന്താണ് നളയരത്തിനകത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് അറിയാനുള്ള സാധ്യത ഇന്ന് ഇല്ലാതായി. ഇന്ന് ആ മനുഷ്യരെ ഇല്ലാതായി. KPS മേനോൻ അന്ന് അത് സഞ്ചരിക്കുകയും ചെയ്തില്ല. ഏതാണ്ട് ഒരു 150 to 180 വർഷക്കാലം ഒരു അജ്ഞാത വൻകര യഥാർത്ഥത്തിൽ ബാക്കി കിടപ്പുണ്ട് തിരുവിതാംകൂർ ചരിത്രത്തിൽ. അത് ഇനി എങ്ങനെ ഫുൾഫിൽ ചെയ്യാനാവുമെന്ന് എനിക്കറിയില്ല. അതിനുള്ള ചെറിയ ശ്രമങ്ങളാണ് ഞാൻ ഈ മതിലകം രേഖകളുടെ പരിശോധനകളിലൂടെയൊക്കെ നടത്തുന്നത്. മറ്റ് KPS മേനോനെ പോലെ ഒരു പഴയ ആളെ പോയി കാണാൻ ഇന്നിനി ബാക്കിയില്ലല്ലോ. എനിവേ, നളനുണ്ണി, ഇട്ടിരാരിശമേനോൻ സമ്പർക്കങ്ങൾ KPS മേനോന്റെ കഥകളി രംഗത്തിലൊരു ഭാഗമാണ്. കല്ലുവഴിക്കളരിയിലെ പ്രധാന ആചാര്യനായിരുന്ന ഇട്ടിരാരിശമേനോന്റെ അടുത്തേക്ക് അദ്ദേഹം നളനുണ്ണിയെ കൊണ്ടുവരുന്നു. നളചരിതം ചൊല്ലിയടിക്കാൻ വേണ്ടിയാണ് ഒളപ്പമണ്ണ മനയിലേക്ക്
ഒടപ്പമണമനയിലെ നമ്പൂതിരിമാർ നളനുണ്ണിയെ ക്ഷണിച്ചു വരുത്തുന്നത്. പക്ഷേ ബാലിവധം രാവണൻ കണ്ടപ്പോൾ എന്ന നാളെ മുതൽ ആദ്യം ബാലിവധം ചൊല്ലിയടിക്കട്ടെ നളനുണ്ണി എട്ടുരാരിച്ചനെ, അതിനുശേഷം ആവാം നളചരിതം എന്ന് പറഞ്ഞ് ബാലിവധമാണ് പഠിപ്പിച്ചത്. അതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ചിട്ടയുണ്ടായിരുന്നെന്നും അവിടെ ചിട്ടയില്ലായിരുന്നെന്നും ഒക്കെ പറയുന്നവർക്കുള്ള മറുപടിയാണത്. യഥാർത്ഥത്തിൽ ബാലിവധം കാണുമ്പോൾ അന്നത്തെ ഒളപ്പമണ്ണ തിരുമനസിന് തോന്നുന്നത് ബാലിവധം ആദ്യം ഒന്ന് ചൊല്ലിയാടട്ടെ എട്ടുരാരിച്ചൻ നളനുണ്ണിയുടെ കീഴിൽ എന്നാണ്. ഇതൊക്കെ നാം തിരിച്ചറിയേണ്ട ചില വാസ്തവങ്ങളാണ്. എന്തായാലും ഇട്ടുരാരിച്ചമേനോൻ തുടർന്ന് പ്രസിദ്ധമാക്കുന്നത് 2-ാം ദിവസമാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, 2-ാം ദിവസം എന്ന് പറയുന്നത് പിന്നീട് ഏതാണ്ട് ഒരു 2 നൂറ്റാണ്ടോളം കഥകളിയിൽ 2-ാം ദിവസ കാലം മാത്രമായിട്ട് വടക്കൻ കളരിയിൽ അത് തുടർന്നു പോരുന്നു. നമുക്കറിയാലോ, വടക്കൻ കളരിയിൽ ചൊല്ലിയടിക്കുന്നതും കുവലയവിലോചന മുതൽ ജാനേ പുഷ്കര വരെ എന്നതായിരുന്നു പരമാവധി നളചരിതം ചൊല്ലിയടിക്കുക എന്ന് പറയുന്നത്. അത് ഇട്ടുരാരിച്ചമേനോൻ തന്നെ സ്വീകരിച്ചത് നളചരിതത്തിലെ 2-ാം ദിവസത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതൊന്ന്, അന്നേ ആട്ട ശ്ലോകങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. നളചരിതത്തിന് ആടാൻ വേണ്ടിയുള്ള ആട്ട ശ്ലോകങ്ങൾ നിർമ്മിക്കപ്പെട്ടു. മുഴുവൻ ശ്ലോകങ്ങളും അന്നത്തെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആട്ട ശ്ലോകങ്ങൾ ആടുക എന്നൊരു കാര്യം നളചരിതത്തിനകത്തേക്കും പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നത് നാം അറിയേണ്ട ഒരു കാര്യമാണ്. കുഞ്ചുകർത്താവാണ് ആ കാലത്തെ പ്രധാനപ്പെട്ട ഒരു നടൻ. അതൊക്കെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ല. കഥകളി രംഗം വായിക്കാത്തവർന്നേ പറയാനുള്ളൂ. കുഞ്ചുകർത്താവ് എന്ന് പറയുന്നത് കുഞ്ചുകർത്താവിന്റെ കാലം എന്ന പേരിൽ KPS മേനോൻ എഴുതുന്ന ഒരു ഭാഗമാണ്. കുഞ്ചുകർത്താവ് വിശദമായി നളചരിതം ചെയ്യുന്നുണ്ട്. നളനുണ്ണിയുടെ കഥകളി ഒരു തവണ പോയി കണ്ടപ്പോഴേക്കും കുഞ്ചുകർത്താവിന് പടിഞ്ഞു എന്നും പിന്നെ നളനുണ്ണിയെ അതിശയിക്കുന്ന രീതിയിൽ കുഞ്ചുകർത്താവ് കെട്ടി എന്നും ഒക്കെ പറയുന്നുണ്ട്. കുറേയൊക്കെ മിത്തായിരിക്കാം, മുഴുവനായിട്ടും എടുക്കേണ്ടതില്ല. അത്തരം ഐതിഹ്യ സമാനമായ കഥകൾ അക്കാലത്ത് ധാരാളമുണ്ട്. എങ്കിൽ പോലും കുഞ്ചുകർത്താവ് 4 ദിവസത്തേക്കും നളചരിതം കൈകാര്യം ചെയ്തിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. തുടർന്ന് രംഗചരിത്രത്തിന്റെ ഒരു തുടർ ചരിത്രം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നും വിശദമാണ്, പറയാൻ സമയമില്ല. അമ്പാട്ട് ശങ്കരമേനോൻ, ശേഖരമേനോൻ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടർച്ച? നളപുഷ്കര രംഗത്തിന്റെ 2-ാം ദിവസത്തിന്റെ പ്രചാരം. കല്ലടിക്കോട് സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട നടനായിരുന്നത് കോറാണത്ത് അച്യുതമേനോനാണ്. കേശവക്കുറുപ്പ് എന്ന് പറയുന്ന നടൻ, അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, കൂടിയാട്ടവുമായുള്ള നളചരിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബന്ധം ആദ്യം നാം നടതലത്തിൽ കാണുന്നത്, അതായത് നടൻ പോയി പഠിച്ചു എന്ന നിലയ്ക്ക് കാണുന്ന കേശവക്കുറുപ്പാണ്. ചെറിയ പരീക്ഷ മാധവ ചാക്യാരുടെ അടുത്ത് കേശവക്കുറുപ്പ് പോയി പഠിക്കുന്നുണ്ട്. നേത്രാഭിനയമാണ് പ്രധാനമായും പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നളചരിതത്തിലേക്ക് കൂടിയാട്ടത്തിന്റെ ഒരു സ്വാധീനം നടപക്ഷത്ത് നിന്ന് ആരംഭിക്കുന്നതെന്ന് നമുക്ക് കാണാം. കുഞ്ചുകുറുപ്പ്, കുറിച്ചി കൃഷ്ണപിള്ള, ഈച്ചരപ്പിള്ള വിചാരിപ്പുകാർ, നമുക്കറിയാം കഥകളിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട മുഴുവൻ ആട്ടക്കഥകളുടെയും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തിരുവിതാംകൂറിൽ നിന്ന് ഈച്ചരപ്പിള്ള വിചാരിപ്പുകാരാണ്. ഈച്ചരപ്പിള്ള വിചാരിപ്പുകാരുടെ ബാഹുകൻ വളരെ പ്രധാനമായിരുന്നു എന്നും ആ കാലത്ത് KPS മേനോൻ എഴുതുന്നുണ്ട്. തകഴി കൊച്ചുനീലകണ്ഠപിള്ള, മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ, തോട്ടം ശങ്കരൻ നമ്പൂരി ഒക്കെ പറയാനുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിവിപുലമായ തോതിൽ ഭാവത്തിന്റെ ഒരു ലോകം സൃഷ്ടിച്ച നടനായിരുന്നു തോട്ടം എന്ന് പറയപ്പെടുന്നു. തകഴി കുഞ്ചുപിള്ളയാണ് ദമയന്തി കെട്ടി പ്രസിദ്ധയാകുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു നടനെ നമ്മൾ കാണുന്നത്. ദമയന്തി പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറുകയും, കഥാപാത്രം അതിനു മുൻപേ ആയിട്ടുണ്ടാവാം, ദമയന്തി കെട്ടുന്നൊരു നടൻ, അതുകൊണ്ട് പ്രധാനപ്പെട്ട നടനായി നാം ആദ്യം കാണുന്നത് തകഴി കുഞ്ചുപിള്ളയാണ്. തിരുവല്ല കുഞ്ഞുപിള്ള തുടർന്ന് വരുന്നു. കാവുങ്ങൽ ശങ്കരപ്പണിക്കർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭ്രഷ്ട് സ്മാർത്ഥ വിചാരത്തിലെ ഭ്രഷ്ട് നേടുന്ന ശങ്കരപ്പണിക്കർ നളചരിതം കെട്ടിയിരുന്നുവെന്നും നളചരിതത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു തീവ്രമായ ഭാവം ഉണ്ടായിരുന്നു എന്നുമാണ് KPS മേനോൻ പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന അതിന് എന്തോ ഒരു ദമിത പാഠം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ്. ആ ഭ്രഷ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം ദീർഘകാലം നടൻ കെട്ടിയിരുന്നു. ഭ്രഷ്ട് കഴിഞ്ഞ അസാമാന്യ പ്രതിഭയായ ശങ്കരപ്പണിക്കരുടെ കാലം എന്ന് എഴുതേണ്ടി വന്നേനെ, പട്ടിക്കാന്തൊടിയുടെ കാലം എന്ന് എനിക്ക് എഴുതേണ്ടി വരുമായിരുന്നില്ല. ഭ്രഷ്ട് നടന്നില്ലായിരുന്നെങ്കിൽ ശങ്കരപ്പണിക്കരുടെ കാലം എന്ന് എഴുതേണ്ടി വന്നേനെ എന്ന് KPS മേനോൻ എഴുതുന്നുണ്ട്. അത്ര പ്രതിഭയായിരുന്നു ആ മനുഷ്യൻ. ഭ്രഷ്ടിന് ശേഷം എങ്ങനെയായിരിക്കും പരിത്യക്തനായ നടനെ അവതരിപ്പിച്ചിട്ടുണ്ടാവുക ഒക്കെ ചിന്തിക്കേണ്ടതാണ്. കുറിച്ചി കുഞ്ഞമ്പണിക്കരാണ് ഹംസത്തിൽ നാം ആദ്യം കാണുന്ന ഹംസം കുഞ്ഞമ്പണിക്കർ എന്ന പ്രസിദ്ധനായ നടൻ. എനിവേ, ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അവിടെ നിർത്തുന്നു. ഗുരു കുഞ്ചുകുറുപ്പ് ആ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നളൻ എന്ന നിലയ്ക്ക്, ബാഹുകൻ എന്ന നിലയ്ക്ക് പ്രസിദ്ധനായ നടനാണ്. അസാമാന്യമായ ഉപാംഗാഭിനയം, മുഖാഭിനയമായിരുന്നു കുഞ്ചുകുറുപ്പിന്റെ പ്രത്യേകത. നാം എല്ലാം കേട്ടിട്ടുള്ള പ്രസിദ്ധമായൊരു വിശേഷണം വള്ളത്തോളിന്റെ പ്രയോഗമാണ്. പട്ടിക്കാന്തൊടിയുടെ ഉടലും കുഞ്ചുകുറുപ്പിന്റെ മുഖവും ചേർന്ന നടൻ. യഥാർത്ഥത്തിൽ അതിന്റെ ഉടലും മുഖവും എന്നതിനെ മാറ്റിവെച്ചാൽ കൃഷ്ണനായരാശാനിൽ എത്തുമ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാര്യം, പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോന്റെ ശിക്ഷണം ഒരു വശത്ത് അദ്ദേഹത്തിന് കിട്ടുന്നു. ആ ശിക്ഷണത്തിൽ നിന്ന് കല്ലൂഴി കളരിയുടെ കളരി പാഠങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്നു. എന്നാൽ ആ കളരി പാഠങ്ങളിൽ മാത്രം അദ്ദേഹം നിൽക്കുന്നില്ല. കുഞ്ചുകുറുപ്പ് ആ കാലത്ത് സമാന്തരമായി നിർമ്മിച്ചെടുക്കുന്ന നളചരിതത്തിന്റെ അതിവിപുലമായൊരു
ഒരു ഒരു ഭാവലോകത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇവ രണ്ടും ചേർന്നാണ് കൃഷ്ണനായരിലേക്ക് പ്രവേശിക്കുന്നത്. കുഞ്ചുനായർ, പാണേക്കട കുഞ്ചുനായരാശാൻ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നളചരിതത്തെ സംബന്ധിച്ച് ഞാൻ കരുതുന്നത് ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നളചരിതത്തിന്റെ നദി ഇടം തിരിഞ്ഞൊഴുകുന്നത് കുഞ്ചുനായരിലൂടെയാണ്. പട്ടിക്കാന്തൂർ രാവുണ്ണിമേനോൻ ചെയ്തത് ഭാവത്തെ സംബന്ധിച്ച സങ്കല്പനത്തെ മുഴുവൻ കഥകളിയിലെ ചിട്ടക്കഥകളിലേക്കും ചേർക്കുക എന്നതാണ്. കോട്ടയം കഥകളടക്കം പ്രധാനപ്പെട്ട കഥകൾക്കകത്തെല്ലാം വാക്യാർത്ഥാഭിനയ പ്രധാനമായ അഭിനയ പ്രകരണത്തെ നിർമ്മിച്ചെടുക്കുക എന്നാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ രാവുണ്ണിമേനോനാശാൻ തുടങ്ങിവെച്ച ആ വഴിയെ തുടർന്ന് നളചരിതമടക്കമുള്ള കഥകളിലേക്ക് പ്രസരിപ്പിക്കുന്നത് കുഞ്ചുനായരാശാനാണ്. കുഞ്ചുനായരാശാനാണ് രാവുണ്ണിമേനോനാശാൻ കോട്ടയം കഥയിൽ ചെയ്തത് എന്തോ അത് നളചരിതത്തിൽ മറ്റൊരു രീതിയിൽ, നളചരിതത്തിന് അനുഗുണമാകുന്ന രീതിയിൽ ചെയ്തത് എന്ന് പറയാം. അത് ഒരു വശത്ത് നടക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ കാർദ്രവേയ കുലതിലകയുടെ അവതരണം, ഇന്നത്തെ ഭഗവൻ നാരദ വന്ദേഹത്തിന്റെ അവതരണം, ഇതിനകത്തൊക്കെ കുഞ്ചുനായരുടെ കൃത്യമായ കയ്യൊപ്പുണ്ട്. ഇന്ന് നാം ചിന്തിച്ചാൽ ഇത്രയും കാലം നാം നളചരിതം കളിച്ചിട്ടും നമുക്ക് നളചരിതത്തിൽ ചൊല്ലിയാടുന്ന രണ്ട് പദങ്ങളായിട്ട് അവ നിൽക്കുന്നുണ്ടല്ലോ. കുവലയ വിലോചനെ പതിഞ്ഞ പദം മാറ്റിവെച്ചാൽ ഭഗവൻ നാരദ വന്ദേഹവും കാർദ്രവേയ കുലതിലകയും നിൽക്കുന്നു. ഔചിത്യത്തിന്റെ പ്രസരണം എല്ലാവർക്കും അറിയാവുന്ന നിരവധി ചർച്ച നടന്ന വിഷയങ്ങൾ പറഞ്ഞ് ക്ലീഷയായവ ഞാൻ വീണ്ടും പറഞ്ഞു നീട്ടുന്നില്ല. അനൗചിത്യ ധൃതേനാന്യ രസഭംഗസ്യ കാരണം എന്ന ആശയത്തെ ഔചിത്യപൂർണമായി കഥാപാത്രത്തെ സംസ്കരിച്ചെടുക്കുക എന്ന കാര്യത്തിൽ കുഞ്ചുനായരെ പോലെ കഥകളിയിൽ പ്രവർത്തിച്ച മറ്റൊരാളില്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അത് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചും, നളനെ കുറിച്ച്, ബാഹുകനെ കുറിച്ച്, ദമയന്തിയെ കുറിച്ച്, സുദേവനെ കുറിച്ച് എല്ലാമുള്ള ചിന്തകൾ രേഖപ്പെടുത്തപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. ഔചിത്യത്തിന് അനുകൂലമാകുന്നില്ലെങ്കിൽ രംഗത്ത് എത്ര കണ്ട് പ്രയോഗദക്ഷമാണെങ്കിൽ പോലും നിഷ്കരുണം വെട്ടിക്കളയുക. മികച്ച കവിതകൾ എഴുതുമ്പോൾ കവികൾക്ക് കൊടുക്കുന്ന പഴയ ക്ലാസിക്കൽ ഉപദേശമുണ്ടല്ലോ, വരിക്ക് എത്ര ശയ്യാഗുണമുണ്ടെങ്കിലും കവിതയുടെ സമഗ്ര ശരീരത്തിന് ചേരില്ലെങ്കിൽ വെട്ടിക്കളയുക എന്ന മട്ടിൽ എത്ര കണ്ട് രംഗാനുയോജ്യമെങ്കിൽ പോലും ഔചിത്യത്തിനോട് ഇടഞ്ഞെങ്കിൽ അത് വെട്ടണം എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ ഒരു വലിയ കടുംവെട്ടുണ്ട്. അത് കഥകളിയുടെ നളചരിതത്തിനകത്ത് നൽകിയ, കഥകളിക്ക് മൊത്തത്തിലും രംഭാപ്രവേശത്തിനെ പറ്റിയിട്ടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചാൽ മനസ്സിലാവും, നൽകിയ ബലം വളരെ വലുതാണ്. നളചരിതത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ, ആ ലേഖനങ്ങൾ എല്ലാവരും വായിക്കേണ്ടതാണ്. നളചരിതത്തെ പറ്റിയിട്ട് പുനഃസമാഗമത്തിനകത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളെ കുറിച്ച്, നളചരിതത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കേണ്ടതാണ്. കുമ്മിണി മാഷുടെ പുറപ്പാട് എന്ന് പറയുന്ന പുസ്തകത്തിന് അദ്ദേഹം എഴുതിയ ഒരു അവതാരികയുണ്ട്, അത് ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണ്. കുമ്മിണി മാഷ് സത്യത്തിൽ വലിയ തോതിലുള്ള നളചരിത നിഷേധം തന്നെ ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. നളചരിതം പോലുള്ള കഥകൾ വരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ലായ്മ, ചിട്ടപ്പെട്ട കഥകളോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത പ്രതിപത്തി, ഇതൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. കുമ്മിണി മാഷ അവതാരിക എഴുതിക്കുന്നത് കുഞ്ചുനായരാശാനെ കൊണ്ടാണ്. അന്നത്തെ മനുഷ്യരുടെ ഒരു വലിപ്പം അതാണ്, തന്നെ കഠിനമായി വിമർശിക്കുന്ന ആളാണ് തനിക്ക് അവതാരിക എഴുതേണ്ടത്. അതൊരു ബോധ്യമാണ്. ഇന്നത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യമാണ്. കുഞ്ചുനായരാശാൻ ശക്തമായി കുമ്മിണി മാഷോട് വിയോജിക്കുന്നു. നളചരിതത്തിന് ചിട്ടയില്ലാത്തത് നളചരിതത്തിന്റെ പ്രശ്നമൊന്നുമല്ല, അത് കഥകളുടെ പ്രശ്നമല്ല, അത് കുമ്മിണിയുടെ തെറ്റിദ്ധാരണയാണ് എന്നത് അദ്ദേഹം തെളിവുകളടക്കം സ്ഥാപിക്കുന്ന മനോഹരമായ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തെളിയിക്കുന്ന ലേഖനം നളചരിത പഠനത്തിൽ വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് നിങ്ങൾ നോക്കൂ, പ്രധാനപ്പെട്ട കത്തിവേഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനമായിരുന്നു, ചിട്ടപ്പെട്ട കത്തിവേഷങ്ങൾ. കാലകേയോധം അർജുനനും കിർമിരോധം ധർമ്മപുത്രനും, ധർമ്മപുത്ര അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമായിരുന്നു. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വേഷം 3-ാം ദിവസം ബാഹുകനായിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി എഴുതുന്നുണ്ട്, തൃതീയ ദിവസത്തിലെ ബാഹുകനാണ് എനിക്ക് പ്രിയപ്പെട്ട വേഷം. ഒരു പ്രത്യേകമായ കഥകളിയെ സംബന്ധിച്ച ഉൾക്കാഴ്ച കുഞ്ചുനായരാശാൻ കൊണ്ടു നടന്നിരുന്നു, നമുക്കതിൽ വ്യക്തമാവും. ദമിതാവിഷ്കരണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും കൃത്യമായ പഴയ ഒരു നമുക്കറിയാവുന്ന നടന്മാരിൽ ഈ ആധുനിക ഘട്ടത്തിൽ കുഞ്ചുനായരാശാൻ മുതൽ നമ്മൾ ആധുനികം എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ കാണാവുന്ന ഒരു തെളിവ് കുഞ്ചുനായരാശാനിലാണ് നമ്മൾ കാണുക. ഇപ്പൊ കുഞ്ചുനായരാശാൻ എന്ന വേഷം കാണാനുള്ള ഭാഗ്യം എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ചുനായരാശാന്റെ ഒക്കെ വേഷം കണ്ട മനുഷ്യരോട് ആദ്യം ഞാൻ സൂചിപ്പിച്ചു തുടങ്ങിയ പോലെ അന്തല്ലായ്മയുടെ ഊക്കൊണ്ടിരുന്ന് വർത്താനം പറയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പുളിങ്ങര കുട്ടികൃഷ്ണൻ മാഷ്, ഗോപാലപിഷാരടി, ഷാരടിവാസുവാശാന്റെ ഏട്ടൻ, ഇങ്ങനെയുള്ള പഴയ മനുഷ്യർ അവർ കുഞ്ചുനായരാശാന്റെ വേഷം കമ്പോട് കമ്പ് കണ്ടിരുന്നു. അത് മാത്രമല്ല, വെറുതെ വിശേഷണങ്ങൾ പറയുക എന്നുള്ളതിലപ്പുറം ഓരോന്നും എങ്ങനെയാണ് കുഞ്ചുനായരാശാൻ ചെയ്തിരുന്നതെന്ന് പുളിങ്ങര കുട്ടികൃഷ്ണൻ മാഷൊക്കെ 1, 2, 3 എണ്ണിട്ട് പറയുമായിരുന്നു. നളൻ ഭഗവൻ ആദ്യത്തെ കിടത്തകഥാമിൽ എന്താണ് ചെയ്യുക, എത്രാമത്തെ അടിക്കാണ് കുഞ്ചുനായർ മുദ്ര വിട്ടിരുന്നത്, ഇതൊക്കെ പറയൂ അദ്ദേഹം. അത്ര കണ്ട് കണിശമായിരുന്നു കുട്ടികൃഷ്ണ മാഷൊക്കെ ദൃഷ്ടി. എൻ്റെ വലിയ കുറ്റബോധമാണ് അവരുടെ ഒന്നും ആ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നത്. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് കുട്ടികൃഷ്ണ മാഷ് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. 3-ലെ ബാഹുകന്റെ വനയാത്രയുടെ സമയത്ത് ആ സാകേതത്തിലേക്കുള്ള യാത്ര, സാകേതത്തിൽ എത്തിച്ചേരാറാവുമ്പോൾ കുഞ്ചുനായരാശാൻ ചെയ്തിരുന്ന ഒരു ആട്ടമാണ്
അവിടെ എത്തുമ്പോൾ ആ പൊയ്ക കാണുന്നു. പൊയ്കയിൽ വെള്ളം കുടിക്കാനായി അവിടെയുള്ള പൊയ്കയിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്നു. അദ്ദേഹം കൈക്കുമ്പിളിൽ വെള്ളം എടുക്കുന്നു. വെള്ളം എടുത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് മുന്നിൽ ഒരു ഹംസത്തെ കാണുകയാണ്. ആ സാകേതത്തിലുള്ള രാജകൊട്ടാരത്തിലെ ഒരു പൂളിലും ഒരു ഹംസം ഉണ്ടാവാമല്ലോ. ഒരു ഹംസത്തെ കാണുകയാണ്. ഹംസത്തെ കാണുമ്പോൾ ഈ ഹംസം എന്ന പഴയ ഓർമ്മ തൻ്റെ ഇതിനെ പറ്റിയുള്ള ഒരു മുദ്രകളുമില്ല, ഒരാട്ടവുമില്ല. ഈ ശരീരം ചെറുതായി കുഞ്ചരാശാന്റെ വിറയ്ക്കും. എന്നിട്ട് ഈ കയ്യിലെ വെള്ളം ഇങ്ങനെ അറിയാതെ ചോർന്നു പോകും. അറിയാതെ ചോർന്നു പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുഖം പൊത്തി പിന്നിലേക്ക് മാറിയിട്ടാണ് അദ്ദേഹം സാകേതത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചിരുന്നത് എന്ന് പുളിങ്ങര മാഷ് പറഞ്ഞ, അക്കോർഡിംഗ് ടു ഞാൻ കണ്ടതല്ല, പുളിങ്ങര മാഷ് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. അസാമാന്യമായ ദമിതാഭിനയത്തിന്റെ മുഴുവൻ കൊണ്ടുവരാതെ ഗൂഹനീയമായ അവതരണത്തിന്റെ ഒരാഴം നമുക്ക് കുഞ്ചരാശാന്റെ ആ ഭാവനയ്ക്കകത്ത് കാണാം, പ്രതിഭാപൂർണമായ ഭാവനയ്ക്കകത്ത് കാണാം. നമുക്കറിയാം ദമിതാവിഷ്കരണത്തിന്റെ വലിയ പാരമ്പര്യ തുടർച്ചയുണ്ടായത് കുഞ്ചുനായരാശാൻ താവഴിയിലാണ്. അത് തുടർന്ന് അതാണ് പറയാനുള്ളത്. കൃഷ്ണനായരാശാൻ ഞാൻ മുൻപ് പറഞ്ഞു, ആധുനിക നളൻ യഥാർത്ഥത്തിൽ കൃഷ്ണനായരാശാനായിരുന്നു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ കൃഷ്ണനായരാശാന്റെ വേഷങ്ങൾ വേണ്ടത്ര കണ്ട് പരിചയമുള്ള ആളല്ല. ഞാൻ കഥകളി കണ്ടു തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാലം ഏതാണ്ട് തീർന്നിരുന്നു. അവസാനമായി ചെയ്ത 1-2 വേഷങ്ങൾ വളരെ കുഞ്ഞുകുട്ടിയാവുമ്പോൾ വെറുതെ മുമ്പിൽ പോയിരുന്ന അന്തമില്ലാതെ ഇങ്ങനെ നോക്കി എന്നതൊഴിച്ചാൽ എൻ്റെ ഓർമ്മകൾ കഥകളി കാഴ്ച എന്ന നിലയ്ക്ക് കൃഷ്ണനായരാശാന്റെ ഇല്ല. അത് കണ്ട അനേകം മനുഷ്യർ, കഥകളിയായി കൃഷ്ണനായരെ കണ്ട അനേകം മനുഷ്യർ എനിക്ക് മുന്നിലുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടാലും നമുക്കറിയാം, മോഡേണിറ്റി കടന്നു വന്ന കേരളത്തിൽ, ആധുനിക കവിതയിലേക്ക്, ആധുനിക ബോധ്യങ്ങളിലേക്ക് കടന്നു വന്ന ലോകത്ത് പറ്റത്തിൽ നിന്ന് ഒറ്റയിലേക്ക് എന്ന് നാം നിരൂപകർ പറയാറുള്ള ഒറ്റയിലേക്ക് നിൽക്കുന്ന മനോവ്യാപാരങ്ങളെ നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ വിചാരങ്ങളിലും പ്രധാനമായി തീർന്നൊരു ലോകത്തേക്ക് യഥാർത്ഥത്തിൽ ബാഹുകനെയും നളനെയും ആനയിച്ചു കൊണ്ടുവന്നത് കൃഷ്ണനായരാശാനാണ്. കൃഷ്ണനായരാശാന്റെ ആ പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. വ്യക്താഭിനയത്തിന്റെ, ഞാൻ ദമിതം വ്യക്തം എന്ന് തിരിക്കുമ്പോൾ വ്യക്താഭിനയത്തിന്റെ ഒരു പൂർണ്ണത കാണാവുന്ന നടൻ അദ്ദേഹമാണ്. നമുക്ക് ആ ഇന്നും കാണുന്ന കുവലയ വിലോചനയുടെ റെക്കോർഡ് എടുത്തു നോക്കൂ. ഓരോ ഭാവവും അദ്ദേഹം അഭിനയിക്കുന്നതിനകത്തെ സമ്പൂർണ്ണത നമുക്ക് കാണാം. കംപ്ലീറ്റ് ടച്ച് ചെയ്യുക. ഒരു ഭാവത്തെ സംബന്ധിച്ച ഏതാണ്ട് 2.5 താളവട്ടം എടുത്ത് ഒരു മുദ്ര പൂർത്തിയാക്കുകയാണെങ്കിൽ 2.5 താളവട്ടത്തിൽ ആ മുദ്രയിലല്ല അദ്ദേഹത്തിന് ഊന്നൽ. മുദ്രയൊന്നും ചിലപ്പോൾ എവിടെയാ പിടിക്കുന്നതെന്നുള്ളത് കൃഷ്ണനായരാശാന്റെ അത്ര പ്രധാനമാവില്ല. പക്ഷെ ആ 2.5 താളവട്ടത്തിനകത്ത് ഭാവപരമായ ഒരു ആരോഹണമുണ്ട്, ഒരാരോഹണമുണ്ട്. വെറുതെ നമുക്ക് പെട്ടെന്ന് ആദ്യം കാണുമ്പോൾ വെറുതെ അദ്ദേഹം തടമിളക്കുന്നു, പുലികിളക്കുന്നു എന്നൊക്കെ തോന്നാം. പക്ഷെ അതിൻ്റെ ഒരു ആരോഹണം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഭാവത്തിന്റെ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 അദ്ദേഹം അത് കണക്കാക്കിയിട്ടുണ്ട്. ആ 4 തലങ്ങളിലേക്ക് മൊത്തം താളവട്ടങ്ങൾക്കകത്ത് ഭാവപരമായ ഒരു സഞ്ചാരത്തെ വെറും ഉപാംഗാഭിനയം കൊണ്ട്, മുഖം കൊണ്ട് അന്വയിച്ചുണ്ടാക്കാനുള്ള സിദ്ധിയുടെ പേരായിരുന്നു കൃഷ്ണനായരാശാൻ. നാട്യധർമ്മിയും ലോകധർമ്മിയും തമ്മിലുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കുഴച്ചിലുകൾ വിശദമായ വിഷയമാണ്. ഞാൻ അവിടേക്കും പോകുന്നില്ല. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന പരിണിതപ്രജ്ഞരായ ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു വാക്കുണ്ട് ഞങ്ങളുടെ കുഞ്ചേ ട്രസ്റ്റുകാർക്ക്, അവർക്കൊക്കെ അത് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഉപാംഗാഭിനയത്തെ പറ്റി ഞാൻ പറഞ്ഞു. നമുക്കറിയാം മാണിമാധവ ചാക്യാരുടെ അടുത്ത് അദ്ദേഹം ശിക്ഷണം അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. അത് അദ്ദേഹത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതും പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മുദ്രാഭാഷ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗോപി എന്ന കഥകളിയിലെ എന്താ പറയുക, ചരിത്രം കണ്ട പ്രതിഭാസത്തിലേക്ക് നാം എത്തുകയാണ്. ഞാൻ കരുതുന്ന ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തിൽ സമന്വയിക്കുകയാണ്. ഒന്ന് കുഞ്ചുനായരാശാനാണ്. കുഞ്ചുനായരാശാന്റെ ശിക്ഷണം ഗോപിയാശാൻ ഉണ്ടെന്ന് നമുക്കറിയാം, കുറച്ചു കാലത്തെ ആണെങ്കിൽ. ഗോപിയാശാൻ തന്നെ അല്ലെങ്കിൽ മുമ്പുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് പലപ്പോഴും കുഞ്ചുനായരാശാന്റെ അവിടെ കലാമണ്ഡലം താമസക്കാലത്ത് പലപ്പോഴും ദീർഘമായി ഗോപിയാശാനുമായി ഇരുന്ന് സംസാരിക്കുമായിരുന്നു കുഞ്ചുനായരാശാൻ. അതിലൂടെയെല്ലാം നളചരിതത്തെ സംബന്ധിച്ച കുഞ്ചുനായരാശാന്റെ ബോധ്യങ്ങളെ ഗോപിയാശാൻ ശക്തമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന് അനേകം ഉദാഹരണങ്ങൾ കുഞ്ചുനായരിൽ നിന്ന് കലാമണ്ഡലം ഗോപി ഏറ്റെടുത്തവ എന്ത് എന്ന് മാത്രം നമുക്ക് വേറെയായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. മറ്റൊന്ന് തീർച്ചയായും ദ പ്രൊമിനൻസ് എന്ന് പറയുന്നത് കലാമണ്ഡലം കളരിയാണ്. രാമൻകുട്ടി നായരാശാന്റെയും പത്മനാഭൻ നായരാശാന്റെയും ശിക്ഷണം, അതിലൂടെ വാർത്തെടുക്കപ്പെടുന്ന കഥകളിയുടെ എക്കാലത്തെയും വലിയ മെയ്യ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് കലാമണ്ഡലം ഗോപിയിൽ നിർമ്മിക്കപ്പെട്ടു എന്നതാണ് രണ്ടാമത്തെ വശം. മൂന്നാമതൊന്ന് കൃഷ്ണൻ നായരാശാനോടൊപ്പമുള്ള ദീർഘകാലത്തെ പ്രവർത്തനമാണ്.
അത് ചർച്ചകൾ മാത്രമല്ല, ദീർഘമായ അത് കുഞ്ചാരാശാനോടൊപ്പം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ കൃഷ്ണൻ നായർ ആശാനോടൊപ്പം ഉണ്ട്. പുഷ്കരനായും ഒക്കെ കൃഷ്ണൻ നായർ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഗോപിയാശാനെ പോലെ ബോധ്യപ്പെട്ട മറ്റൊരാളുണ്ടാവില്ല. അതിൽ നിന്നെല്ലാം സ്വീകരിക്കപ്പെട്ടവ ഇവ മൂന്നും ചേർന്നാണ് യഥാർത്ഥത്തിൽ കഥകളിയുടെ നാം കാണുന്ന നള, ബാഹുക, സൗഭാഗ്യം, ഗോപി നിർമ്മിക്കപ്പെടുന്നത്. കലാമണ്ഡലം ഗോപി രണ്ട് കാര്യങ്ങൾ തുടർന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർത്ത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 12:45 1.5 മണിക്കൂറിന്റെ സമയം, പക്ഷേ ഞാൻ നോക്കുന്നുണ്ട്, അതിനകത്ത് തീർക്കും. സങ്കേതത്തിന്റെയും കാൽപ്പനികതയുടെയും സമന്വയം. താൻ ശരീരത്തിൽ നിർമ്മിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന കല്ലുവഴിക്കളരിയുടെ മെയ്യ് എങ്ങനെ നളചരിതത്തോട് ചേർക്കാം എന്ന് ഗോപിയാശാൻ ചെയ്ത പോലെ ഒരാലോചന ഇനിയുള്ള നടന്മാർക്ക് പോലും മുൻപിൽ ഒരു കൊളോസിസ്, ഒരു വെല്ലുവിളിയായി, ഒരു പർവ്വതമായി നിൽക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ഓരോ പദങ്ങൾക്കകത്തും അദ്ദേഹം എങ്ങനെയാണ് കളരിയുടെ പ്രകാശം, മൂർച്ച ചേർക്കേണ്ടത് എന്ന് ചിന്തിച്ച വഴിയുണ്ടല്ലോ, അതൊരു അപാരമായ ആലോചനകളാണ്. ഇപ്പൊ ഇന്ദുമൗലിഹാരമേ എന്ന് അവതരിപ്പിക്കാൻ അനേകം വഴിയുണ്ട്. ഗോപിയാശാൻ അത് അവതരിപ്പിക്കുന്നതിന്റെ ഒരു മെയ്യുണ്ടല്ലോ. ഞാൻ പറയുന്ന അതിന്റെ മറ്റനേകം കാര്യങ്ങളുണ്ട്. ഗോപിയാശാൻ അവതരിപ്പിക്കുമ്പോഴുള്ള ഭാവപ്രകർഷം, അദ്ദേഹം അതിനുണ്ടാക്കിയിരിക്കുന്ന താളാങ്ക പൊരുത്തം, ചെമ്പടയുടെ 1ാമത്തെ അടിയിൽ, 5ാമത്തെ അടിയിൽ അല്ലെങ്കിൽ 7ാമത്തെ അടിയിൽ നമുക്ക് മുദ്ര വിടാൻ സൗകര്യമുള്ള ചില അടികളുണ്ട്. 1ാമത്തെ അടിയിൽ വെച്ച് നളചരിതത്തിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചെടുത്തിരിക്കുന്ന 4 ബാഹുകൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉചിതം, എത്ര ഉദാഹരണം എടുക്കാം. 1ാമത്തെ അടിയിലെ മുദ്രയ്ക്ക് വേണ്ടി അത് കാത്തുനിന്ന് 1ാമത്തെ അടിക്ക് മുദ്ര വരികയല്ല, അദ്ദേഹം അതിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു സിംഫണി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പറ്റുന്ന കലാകാരന്മാർക്കൊപ്പം അദ്ദേഹം നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആ തൗരത്രിക സമന്വയം എന്ന് പറയുന്നത്, ചിട്ട എങ്ങനെയാണ് നളചരിതം പോലൊരു കഥയ്ക്ക് ഉപയുക്തമാക്കുക എന്ന കാര്യത്തിൽ നളചരിതത്തിൽ അങ്ങുമിങ്ങും ഊടും പാവും നടന്ന് ഗോപിയാശാൻ തീർത്ത പണി അതിവിശദമായി പഠിക്കേണ്ടതാണ്. അത് ആ കാൽപ്പനികതയുമായി അദ്ദേഹം ചിട്ടയെ സമന്വയിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ രസതന്ത്രം. 2, ഉപാംഗാഭിനയം. ഞാൻ മുമ്പ് പറഞ്ഞു, മാണിമാധവ ചാക്യാർ എടുത്ത് പഠിക്കുന്ന കൃഷ്ണൻ നായർ ആശാൻ, അതിന് എത്രയോ ദീർഘകാലം മുമ്പ് ചെറിയ പരീക്ഷ മാധവ ചാക്യാർ എടുത്ത് പഠിക്കുന്ന കേശവക്കുറുപ്പ്. ഗോപിയാശാനും ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഗോപിയാശാന്റെ ഉപാംഗാഭിനയത്തിനൊരു കഥകളിപ്പറ്റുണ്ട്. അത് കൂടിയാട്ടപ്പറ്റല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കഥകളിപ്പറ്റുണ്ടല്ലോ, കഥകളിപ്പറ്റ് നമ്മുടെ ഒരു വാക്കുണ്ട്. അത് കൂടിയാട്ടം വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, അതല്ല അതിനകത്തെ വിഷയം. ഗോപിയാശാന്റെ ഉപാംഗാഭിനയം കഥകളീയമാണ്. കഥകളിക്ക് അനുഗുണമല്ലാതെ അദ്ദേഹത്തിന്റെ മുഖാഭിനയമില്ല. അദ്ദേഹത്തിന്റെ ദൃഷ്ടി, നേത്രാഭിനയം നിങ്ങൾ നോക്കൂ. കഥകളിയുടെ താളാങ്കത്തിന് അനുഗുണമായി അദ്ദേഹം നേത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വിധം കാണാം. കണ്ണിലെ ഓരോ അഭിനയ പ്രകരണത്തിനെയും ഒരു വണ്ട് പൂവിലേക്ക് വന്നിരിക്കുന്നു എന്ന് ഗോപിയാശാൻ അഭിനയിക്കുന്നതിന്റെ പ്രകാരം കഥകളി പ്രകാരം അനുസരിച്ച് രൂപാംഗാഭിനയത്തെ അദ്ദേഹം നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെതായ ടെക്നിക്സ് ഉണ്ട്. അത് അദ്ദേഹം തന്നെ മുൻപ് പലപ്പോഴും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊന്ന് നിലകൾ കൊണ്ട് നിർമ്മിക്കുന്ന ബാഹുകൻ, നിലകൾ കൊണ്ട് നിർമ്മിക്കുന്ന നളൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാഹുകനെയൊക്കെ അദ്ദേഹം നിർമ്മിച്ചെടുത്തിരിക്കുന്ന പോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രമുണ്ടല്ലോ, ഒളിവിലുണ്ടോ ഇല്ലയോ വാനാകട്ടെ, ഈര്യത, അദ്ദേഹം നിർമ്മിച്ചെടുത്തിരിക്കുന്ന അത് ആദ്യം മുതൽ കുണ്ടിന നായക നന്ദിനിക്കൊത്തൊരു എന്ന് എങ്ങനെയാണ് ഇങ്ങനെ താടിക്ക് കൈവച്ച് അദ്ദേഹം തുടങ്ങുക എന്നത് മുതൽ നമുക്ക് ഗോപിയാശാനെ കണ്ടു നടന്ന എല്ലാവർക്കും മുഴുവനായി ആദ്യം മുതൽ അവസാനം വരെ ഗോപിയാശാന്റെ പോസ്റ്റേഴ്സ് ഇപ്പോഴും ഓർത്തെടുക്കാം. അത് നളചരിതത്തിന് നൽകിയ ഒരു ടോട്ടലായിട്ടുള്ള നില. താളപരിചരണം, നാടകീയത, നൃത്ത ഘടകങ്ങൾ, ഞാൻ മുഴുവനായി എടുത്ത് പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് പോകുന്നത്. നൃത്ത ഘടകങ്ങൾ അസാമാന്യമാണ് നളചരിതത്തിലേക്ക് അദ്ദേഹം നൃത്തം ചേർത്ത് വെച്ചിരിക്കുന്നതിന്റെ ഭംഗി. ഒരുപാട് ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇന്ദുമൗലിഹാരമേ തന്നെ എടുക്കുക. നോക്കൂ, ഇന്ദുമൗലിഹാരമേ എന്നതിൽ അദ്ദേഹം പാമ്പ്, ഇവിടെ പാമ്പ്, ഇവിടെ പാമ്പ്, ഇങ്ങനെയാണല്ലോ. പിന്നെ ഇവിടെ ഒരു പാമ്പുണ്ട്. ആ പാമ്പിന്റെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നിന്നതിന് ശേഷം, മുൻപ് എപ്പോഴും കുറെ കാലത്തിന് ശേഷം ചിലപ്പോഴൊക്കെ അദ്ദേഹം ചെയ്യാതായിട്ടുണ്ട്, പക്ഷെ മുൻപുള്ള അദ്ദേഹത്തിന്റെ ബാഹുകൻ നിങ്ങൾ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. എന്നതിന് ശേഷം ചെറിയൊരാട്ടമുണ്ട്. അത് അധികമായാൽ ഉറപ്പാണ് ആ കഥാപാത്രത്തിന്റെ നിലയങ്ങ് പോകും. ഒരു ചെറിയൊരാട്ടമുണ്ട്. അത് അദ്ദേഹം ആടുന്നതാണ്. ഞാനല്ല ആരാടിയാലോ അത് ആട്ടം കിട്ടില്ല. അതിനകത്ത് നടരാജൻ മുഴുവൻ വന്നിങ്ങനെ അറിയും. എന്തോ അപാരമായൊരു നടരാജ നൃത്തം മുഴുവൻ അതിനകത്തേക്ക് വന്നു നിറയും. അസാമാന്യ നർത്തകനാണ് കലാമണ്ഡലം ഗോപി, നർത്തനാകാരമാണ്.
ഇരുന്ന് മുദ്ര കാണിച്ചാൽ നൃത്തമാണ്. ബാലി കെട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാധിതസ്യ സഹായകന ചെയ്യുന്നത് നൃത്തമാണെന്നേ. ഞാൻ പറയുന്നത് അങ്ങനെ മറ്റൊരു നടനെ നമുക്ക് കാണാൻ പറ്റില്ല. അത്തരം തരത്തിലുള്ള ഒരു നൃത്തബോധം. ഞാൻ ദമിതം വ്യക്തം എന്നതിലെ ഗോപിയാശാന്റെ പാഠത്തെ വ്യക്തഭാഷയായിട്ടാണ് കാണുന്നത്. അനേകം ദമിതമായ കാര്യങ്ങൾ ഗോപിയാശാനിൽ ഉണ്ടെങ്കിലും നമുക്കറിയാം ഊന്നൽ വ്യക്തതയിലായിരിക്കും, സമ്പൂർണമായ വ്യക്തതയിലായിരിക്കും. ഓരോന്നും പരമാവധി എക്സ്പ്രസീവ് ആവുക. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പ്രസീവ് ആവുക എന്ന് മാത്രമല്ല, നളചരിതത്തിനകത്ത് ഈ മഞ്ജുഷ പറഞ്ഞ വെളിച്ചത്തിന്റെ ഒരു പ്രസരം കൂടി വന്നതോടുകൂടി, വെളിച്ചം കൂടി, ആധുനിക വെളിച്ചം കൂടി കടന്നു വന്നതോടെ ഗോപിയാശൻ ചെയ്തത് അപ്പുറത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്തു തന്നെയായാലും ബാഹുകനെ ആവിഷ്കരിക്കാനുള്ള പ്രത്യേകമായ മുദ്രയുടെ നിരവധി റീഡിങ്സ് ഇപ്പുറത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കൃഷ്ണനാരാശൻ അത് ചെയ്തിരുന്നു, എങ്കിലും ഗോപിയാശൻ അതിനെ കുറെ കൂടി വ്യക്തതയുള്ളതാക്കി തീർത്തു. ഋതുപർണ ധരണീപാല എന്നത് ചെയ്യുമ്പോൾ, അല്ല അതിന് തുടർന്നുള്ള പദം വസവസ സൂത ചെയ്യുമ്പോൾ ഇവനു പേർ ജീവലനെന്ന് ഇവനു പേർ വാർഷ്ണയൻ എന്ന് കാണിച്ചാൽ ഗോപിയാശൻ ഇപ്പുറത്ത് ഇവർ രണ്ടുപേരും പണ്ട് എൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരാണ് എന്നിവിടെ കാണിക്കും. ഈ എൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ന് ഇവിടെ കാണിക്കാമോ എന്ന കേവല യുക്തിയുടെ ചോദ്യം ഗോപിയാശാന്റെ രംഗഭാഷയിൽ പ്രധാനമേ അല്ല. ഗോപിയാശാൻ കഥകളിയെ കാണുന്നത് അങ്ങനെയല്ല, ഇത് നമുക്ക് ഉടനീളം കാണാം ഗോപിയാശാനിൽ. അത്തരത്തിലുള്ള വ്യക്തതയുടെ ഒരു വേറൊരു വലിയ പാഠമാണ് ഗോപിയാശാൻ തുറന്നു വെച്ചത്. രണ്ടാമത്തെ ആളിലേക്ക് ഞാൻ വരികയാണ്, കലാമണ്ഡലം വാസു പിഷാരടി. അതിന് 3 പ്രധാന വഴികളുണ്ട്. ഏറ്റവും വലിയ കാര്യം കുഞ്ചുനായരുടെ നേർ ശിഷ്യൻ എന്ന നിലയ്ക്കുള്ള ദീർഘ പാരമ്പര്യമാണ്. കുഞ്ചുനായർ താവഴിയുടെ ഒസ്യത്ത് എന്നൊക്കെ പറയാവുന്ന ആളാണ് വാസുവാശാൻ. അത് ഞാൻ മുൻപ് പറഞ്ഞ ഹംസത്തെ കണ്ട് പിൻവാങ്ങുന്ന ദമിത പാരമ്പര്യത്തെ മുഴുവൻ ഉൾക്കൊണ്ടു അദ്ദേഹം, ആ കളരിയെയും ഉൾക്കൊണ്ടു. കൃഷ്ണനായരാശാന്റെയും കലാമണ്ഡലം ഗോപിയുടെയും നിരവധി ബന്ധങ്ങളും വിബന്ധങ്ങളും നമുക്ക് വാസുവാശാനിൽ കാണാം. ഞാൻ പറയുന്ന ബന്ധങ്ങൾ മാത്രമല്ല, കേവലമായി തനിക്ക് സീനിയറായ ചില നടന്മാരിൽ നിന്ന് ചിലത് സ്വീകരിക്കുക മാത്രമല്ല, തിരസ്കരിക്കുക കൂടിയാണ്. തിരസ്കാരം കൂടി യഥാർത്ഥത്തിൽ കലയിൽ വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നത്. ഏറ്റവും പെട്ടെന്ന് പറയാവുന്ന ഉദാഹരണം, ഗോപിയാശാൻ മറ്റേ ചൂതിന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഗോപിയാശാൻ പ്രവേശിക്കും. ഗോപിയാശാൻ പ്രവേശിക്കുന്ന സമയത്ത് ഗോപിയാശാന്റെ ഒരു നിൽപ്പുണ്ട്, നമുക്കറിയാലോ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് പുഷ്കരനെ നോക്കിയിട്ടൊരു നിൽപ്പുണ്ട്. ഗോപിയാശാന്റെ അത്രയും ദീർഘമായ ഒരു ശരീരം, ദീർഘമായ കൈകൾ, അസാമാന്യമായ രംഗനിറമുള്ള മുഖം, ശരീരം, അത് വെച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരാൾ അതേപോലെ ഇങ്ങനെ കയറി നിന്നാൽ ഒന്നും സംഭവിക്കാനില്ല. അത് ഏത് നടൻ നിന്നാലും ശൂന്യമാകും എന്ന ബോധ്യത്തിൽ നിന്ന് വാസുവാശാൻ ചെയ്തൊരു പരിപാടി. അപ്പുറത്ത് ഇങ്ങനെ കൈ നിൽക്കുമ്പോൾ കൈ കെട്ടി ഇപ്പുറത്ത് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട് വാസുവാശാന്റെ പുഷ്കരന്. അതൊക്കെ അന്ന് കണ്ടവർക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. ആ പെട്ടെന്ന് ഇങ്ങനെ കൈ കെട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ ആ രംഗത്തിന് കിട്ടുന്നൊരു തൻ്റെ ശരീരം എന്താണ്. ഗോപിയാശാൻ അപ്പുറത്തത് ചെയ്താൽ താനത് ചെയ്തിട്ട് കാര്യമില്ല, ഗോപിയേട്ടൻ ചെയ്യുന്നത് വേറെ കാര്യമാണ്, ഗോപിയേട്ടന്റെ ശരീരം അതാണ്. ഈ ബോധ്യം ഉടനീളം സ്വീകരണവും നിരാകരണവുമായിട്ട് വാസുവാശാനിൽ പ്രവർത്തിച്ചു. ഹരിമന്ദിരത്തിൽ നിന്നോ എന്ന് ഗോപിയാശാൻ അത് ചെയ്യാം, ഞാൻ ചെയ്താൽ ഗോപിയേട്ടൻ ചെയ്യുന്ന പോലെയാവില്ല, അത് വാസുവാശാൻ അറിയാം. ഇങ്ങനെ നിങ്ങൾ എടുത്തോളൂ, 1-ാം ദിവസം മുതൽ അദ്ദേഹം മറ്റൊരു ഭാഷയെ നിർമ്മിച്ചെടുത്തു. ഇനി വാസു പിഷാരടിയിലേക്ക് വന്നാൽ, കുഞ്ചുവാരാശാൻ താവഴിയിൽ നിരവധി പേർ വന്നു, നമുക്കെല്ലാവർക്കും അറിയാം. കുഞ്ചുവാരാശാന്റെ ഈ വളരെ ഖേദാഹ്ലാദങ്ങളുടെ പിരിമുറുകിയ ഈ ആവിഷ്കരണം ഉണ്ടല്ലോ, കൈപൊത്തി പിൻവാങ്ങുന്ന ബാഹുകനെ പോലെയുള്ള ആവിഷ്കരണത്തിന്റെ ഭാവതലം, അതിനെ ഉൾക്കൊണ്ടത് എൻ്റെ കണ്ണിൽ ശിവരാമാശാനാണ്. പുരാണ പാണ്ഡിത്യത്തിന്റെ ഒരു വലിയ ലോകത്തെ ചിലപ്പോൾ നെല്ലിയോടായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. പക്ഷേ കുഞ്ചുവാരാശാന്റെ നായകത്വത്തിനെ ഉൾക്കൊണ്ടത് നിസ്സംശയമായും വാസുവാശാനാണ്. നിയോ ക്ലാസിക്കൽ കൾച്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന എലിനേഷൻ, അന്യവൽക്കരണം എന്നൊക്കെ ബൃഹത്തൊക്കെ തിയേറ്ററിൽ പറയുന്ന ഒരു വൈകാരിക തലത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കാതെ, വൈകാരികതയിലേക്ക് കാൽപ്പനികമായി ഒട്ടിപ്പിടിക്കാതെ അല്പം ഇടഞ്ഞ് മാറി നിന്നതിനെ കാണുക എന്ന നിയോ ക്ലാസിക് ആയിട്ടുള്ള ദൃഷ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അത് കുഞ്ചുവാരാശാനിൽ നിന്ന് വാസുവാശാനിലേക്ക് എത്തുമ്പോൾ അത് കുറെ കൂടി വിപുലമാവുന്നു. നളചരിതത്തിൽ അത് വിപുലമാവുന്നു. ഞാൻ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ആട്ടശ്ലോക ചാൽപര്യം എന്നൊരു വാക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്.
നളചരിതത്തിൽ ആട്ടശ്ലോകങ്ങൾ കൃത്യമായി ഇങ്ങനെ ആടുന്ന ഒരു പാരമ്പര്യത്തിന്റെ അവസാന കണ്ണി വാസുവാശാനാണെന്നാണ് എൻ്റെ തോന്നൽ. അതിനുശേഷം വന്ന നളബാഹുകന്മാർ എൻ്റെ മുന്നിലിരിക്കുന്നവർ വരെയുണ്ട്. അവർക്ക് വരെ വാസുവാശാനോളം അതിൻ്റെ ഒരു അത് വേണമെന്ന അഭിപ്രായമൊന്നുമല്ല കേട്ടോ. ഗോപിയാശാൻ തന്നെ അത് തിരസ്കരിച്ച ആളാണ്. ഗോപിയാശാൻ ആ വഴിക്ക് പോയ ആളാണ് അല്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന ശ്ലോകം ആടാൻ കലാമണ്ഡലം ഗോപി ഒരിക്കലും തയ്യാറായിട്ടില്ല. ശിവരാമേട്ടൻ ഒരു കാലത്ത് തയ്യാറായിട്ടില്ല. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് വാസുവാശാൻ അതുണ്ടായിരുന്നു. മൂന്നാം ദിവസത്തിലെ ബാഹുകൻ രാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് സാകേതയാത്രയിൽ രാജസേവ മനുഷ്യാണാം അസിധാരാവലേപനം എന്ന് അദ്ദേഹം ആടും. നാലാം ദിവസത്തിൽ സ്ത്രീണാം ചിത്തം പുരുഷസ്യ ഭാഗ്യം എന്ന് അദ്ദേഹം ആടും. ഇങ്ങനെ എടുത്താൽ നിരവധി ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് ഇതിൽ കാണാം. ഈ ശ്ലോകങ്ങൾ അവിടെ വേണോ വേണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. പക്ഷേ ആ ശ്ലോകങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ കാര്യം ചെയ്യുന്നത് ധർമ്മമാണ്. അസാമാന്യമായി ഈ കഥാപാത്രത്തിന്റെ ഒട്ടിപ്പിടിപ്പിക്കുന്ന വൈകാരികതയോട് അതല്ല കഥകളി. കഥകളി അതല്ല. കഥകളി വേറൊരു കാര്യമാണ്. കഥകളി രംഗത്തൊരു നടൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിനെ അല്പം ഒന്ന് മാറേണ്ടതുണ്ട്. ആ കഥാപാത്രത്തിന്റെ വൈകാരിക പ്രതലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള വേറൊരു ഛായാപടത്തെ, ഒരു ക്യാൻവാസിനെ ഈ ശ്ലോകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ വാസുവാസൻ ശ്ലോകം ആടുമ്പോഴാണ് ഞാൻ ഏറ്റവും തെളിഞ്ഞു കണ്ടിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ വിസ്തരിച്ച് പറയാൻ പോകുന്നില്ല. ദമിതാഭിനയം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ എൻ്റെ കണ്ണിലുള്ള ഏറ്റവും ഗംഭീരമായ ഉദാഹരണമായിരുന്നു വാസുവാശാൻ. വാസുവാശാൻ എന്ത് പദം ചെയ്യുമ്പോഴും ഈ ദമിതത്വം നമുക്കിങ്ങനെ പൂർണ്ണതയിൽ കാണാൻ പറ്റും. രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പെട്ടെന്ന് കാണിച്ച് ഞാൻ അവിടുന്ന് പോവാന്ന് വിചാരിക്കുന്നു. ഒരേ പദം. ഒന്ന്, മറിമാൻ കണ്ണി മൗലിയുടെ എന്ന പദം ഗോപിയാശാൻ ചെയ്യുന്നതാണ്. ഞാൻ മറ്റു വിശദീകരണങ്ങളില്ലാതെ ഇത് രണ്ടും ഒന്ന് വളരെ ചെറിയ കുറച്ചു നേരം മാത്രം പ്ലേ ചെയ്യുകയാണ്. സമയക്കുറവ് കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാവുന്നതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വാസുവാശാൻ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. രണ്ട് മഹാചാര്യന്മാരുടെയാണ് നമ്മളിത് രണ്ടും കാണുന്നത്. ഗോപിയാശാന്റെ അതിനകത്ത് സമീപനവും വാസുവാശാന്റെ സമീപനവും തമ്മിലുള്ള പ്രത്യേകതകളെ മാത്രം എടുത്താൽ, ഈ രണ്ട് പദങ്ങൾ എടുത്താൽ അത് മാത്രം ഒരു വലിയ പ്രസന്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം ഡീറ്റെയിൽസ് അതിനകത്ത് നിൽക്കുന്നു. ഒന്ന് വ്യക്തതയാണ്. ഗോപിയാശാനകത്ത് അതിനകത്ത് വ്യക്തമായ വ്യക്താഭിനയത്തിന്റെ ഒരു പ്രകരണം അദ്ദേഹം മറിമാൻ കണ്ണിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ മറിമാൻ എന്ന ആദ്യത്തെ മാൻ എന്ന് അദ്ദേഹം മുദ്ര പിടിക്കുമ്പോൾ കേവലമായ ഒരു മാൻ മുദ്രയ്ക്കപ്പുറം നിൽക്കുന്ന ഏതൊക്കെയോ ആഴങ്ങൾ നാം കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ച എൻ്റെ കണ്ണിൽ ഞാൻ കരുതുന്നത്, ഞാൻ ആദ്യം പല്ലവ ശില്പങ്ങളെ പറ്റി പറഞ്ഞതുപോലെ നമ്മുടെ ആരോപണങ്ങൾ കൂടിയാണ്, നമ്മുടെ മനസ്സുകൊണ്ടുകൂടിയാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകരാമൻ എന്ന് നാം പറയാറുണ്ടല്ലോ കാവ്യ പഠനത്തിൽ, സംസ്കൃത നാടക പഠനത്തിൽ. ആ പ്രേക്ഷകരാമൻ കാണുന്ന കണ്ണാണ്. വാസുവാശാനിൽ ഇരുന്ന് അഭിനയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മുദ്രകളുടെ മൂർച്ചയുണ്ടല്ലോ, തിളങ്ങുന്ന, ശരിക്കും അസിധാരാവലേപനം അദ്ദേഹത്തിന്റെ മുദ്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇരുന്നഭിനയിക്കുമ്പോൾ ഇങ്ങനെ കളരി വരുമോ എന്ന് തോന്നും. ഇരുന്നഭിനയിക്കുന്നതിന്റെ കളരി. ഈ ഒരു വീഡിയോ എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല. സത്യത്തിൽ ഒരു ദൂരദർശൻ റെക്കോർഡ് മാത്രമാണ്, ഹൈദരാലി മോഷം ഒക്കെ പാടെ. പക്ഷെ അസാമാന്യം എന്നേ പറയാനുള്ളൂ ആ മറിമാൻ കണ്ണി അദ്ദേഹം ചെയ്തിരിക്കുന്ന മാർഗം. അതിനകത്തെ ആ ദമിത സൗന്ദര്യം, ഉൾവലിഞ്ഞ സപ്രസ്ഡ് ആയിട്ട് അകത്തേക്ക് പിടിക്കുന്നതിന്റെ ആ മറിമാൻ കണ്ണി മൗലിയുടെ എന്നുള്ളതിനിടയ്ക്ക് അദ്ദേഹം മുകളിലേക്ക് നോക്കി താഴത്തേക്ക് നോക്കി ഒരു വശത്തേക്ക് നോക്കുന്ന ദൃഷ്ടിയുടെ അത് നോക്കുമ്പോൾ ഞാനും ആദിത്യനും വൈശാഖും ഒക്കെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അത് ഓരോ തവണ കാണുമ്പോഴും നമ്മൾ ഞെട്ടും. അത് ഈ രണ്ട് തരത്തിലുള്ള ഭാവലോകത്തെ നമുക്ക് ദമിതം വ്യക്തം എന്ന ഈ രണ്ട് ലോകത്തെ വ്യക്തമായി കാണാവുന്ന രണ്ട് ഉദാഹരണങ്ങൾ വാസുവാശാനും ഗോപിയാശാനുമാണ് എന്നതാണ് ഞാൻ അവിടെ ആകെ പറഞ്ഞു നിർത്തുന്നത്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ്, ഈ വ്യക്തഭാഷ്യം ദമിത ഭാഷ്യം എന്ന രണ്ടുപേരെയും രണ്ട് കൃത്യം വെള്ളം കിടക്കാത്ത കമ്പാർട്ട്മെന്റായി ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുവെക്കുന്നത്. ഇതൊക്കെ പരസ്പരം ആദാന പ്രദാനങ്ങൾ അടങ്ങുന്ന ഒരു കാര്യമാണ്. വ്യക്താഭിനയത്തിന്റെ ഗോപി ഭാഷ്യം എന്ന പേരിൽ ഞാൻ എടുത്തിരിക്കുന്നത്, അതിന്റെ എന്താണ് ഗോപിയാശാൻ ഓരോ പദങ്ങളിലും എന്ന നിലയ്ക്ക് ഞാനൊരു സമ്പൂർണ്ണമായ ലിസ്റ്റ് തയ്യാറാക്കേണ്ട, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവിടെ എടുക്കുന്നത്. വ്യക്താഭിനയത്തിന് പറ്റിയ ഒരു ശരീരമാണ് അദ്ദേഹത്തിൻ്റെത്. അതിന്റെ കഥകളിപ്പറ്റ, വ്യക്താഭിനയത്തിന്റെ കഥകളിപ്പറ്റ അദ്ദേഹത്തിന്റെ അഭിനയ പ്രകടനത്തിലുണ്ട്. കഥാപാത്രത്തെ അദ്ദേഹം സ്വീകരിക്കുന്നതിൽ, കഥാപാത്രത്തെ അദ്ദേഹം മനസ്സിലാക്കുന്ന പ്രകൃതത്തിൽ തന്നെ, ബാഹുകനെ മനസ്സിലാക്കുന്നത്, നളനെ മനസ്സിലാക്കുന്നത്, അവയിൽ തന്നെ പരമാവധി മുന്നിലേക്ക് എക്സ്പ്രസ് ചെയ്യുക എന്ന നിലയ്ക്കാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നത് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ നളചരിതത്തെ പറ്റിയിട്ടുള്ള പുസ്തകം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കളരിപ്പാഠം, അത് വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും അദ്ദേഹം എങ്ങനെയാണ് നളനെ കാണുന്നത്.
വളരെ ദമിതമായ നിലയിൽ മാത്രം ആവിഷ്കരിക്കാവുന്ന ഒരു കഥാപാത്ര പ്രകൃതിയായിട്ടല്ല അദ്ദേഹം നടനെ തിരിച്ചറിയുന്നത് എന്നുള്ളതിന് ആ പുസ്തകം തന്നെ സാക്ഷ്യം പറയും. അത്തരം കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം നിർമ്മിച്ചെടുത്ത തൗര്യത്രികമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഘട്ടത്തിൽ അനേകം പേർ വന്നും പോയും ഇരുന്നു ഗോപിയാശാന്റെ വേഷങ്ങൾക്കകത്ത് ഒരു വലിയ കാലം മുഴുവൻ. പിന്നെ ഗോപിയാശാൻ കൃത്യമായ ഒരു സംഘത്തെ, അത് ചിലർ വിമർശിക്കുന്നവരുണ്ടാവാം, ഞാനതിനെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ്. കാരണം ഗോപിയാശാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുകയായിരുന്നു ഗോപിയാശാൻ. എന്താണ് ഗോപിയാശാൻ മനസ്സിൽ കാണുന്നതെന്ന് ഉണ്ണീഷ്ണേട്ടന് അറിയാം. എന്താണ് മനസ്സിൽ കാണുന്നത് എന്ന് എംബ്രാന്തിരി ആശാൻ അറിയാമായിരുന്നു, ഹൈദരാലി മാഷ്ക്ക് അറിയാമായിരുന്നു. പിന്നീട് അത് അറിയുന്ന ഒരാൾ ശങ്കരൻകുട്ടിയാണ് എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞത്, അദ്ദേഹം നിർമ്മിച്ചെടുക്കുന്ന ആ ടീം തൗര്യത്രികത്തിന്റെ വേറൊരു കൽപ്പന കൂടി നിർമ്മിച്ചെടുക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് കൃത്യമായി തിരിച്ചറിയാവുന്ന ഒരു കാര്യം. സമാരോഹത്തിന്റെ കാലത്ത് ഓർമ്മ, ഞാനൊക്കെ അന്ന് കാണാൻ വരുന്ന ഒരു പ്രശ്നം മാത്രം കുഞ്ചോ ട്രസ്റ്റിൽ, പഴയൊരു കാര്യം അത് ഓർമ്മ, മറ്റേ രാജീവേട്ടനൊക്കെ ഉണ്ടാവും. 4 ദിവസവും നമ്മൾ സാമാന്യം ചില അപകടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പൊ കണ്ട ആ ബാഹുകൻ തന്നെ അന്ന് 3-ലെ ബാഹുകന്റെ സമയത്ത് വേഷത്തിലായിരുന്നു പരീക്ഷണം. അദ്ദേഹത്തെ കൊണ്ട് പരീക്ഷണ വേഷം കെട്ടിച്ചു. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാൻ നിൽക്കുന്നില്ല, അത് പറയാൻ പറ്റുന്നില്ല. സാമാന്യം 4 ദിവസത്തിലും അതൊക്കെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ നമ്മളെല്ലാം പലപ്പോഴും കരുതുന്ന പോലെ ഒന്നുമല്ല. ഗോപിയാശാന്റെ ഒരു മനസ്സുണ്ട്, വലിയ മനസ്സ്. ഞാൻ പറഞ്ഞത് അതെല്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷെ ഗോപിയാശാൻ അത് ചെയ്തിരുന്നു. ഒരു പ്രത്യേകമായ ഒരു ടീമിനെ നിർമ്മിച്ചിരുന്നു. അത് നിർമ്മിച്ചെടുത്തൊരു ഈ അനുയോജ്യ സമന്വയം, അനുയോജ്യരായവർ വേണം കൂടെ എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ വ്യക്താഭിനയത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ അനുയോജ്യരായവർ കൂടെ വേണം. ഇതായിരുന്നു അതിന്റെ രംഗശാഠ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദമിതാഭിനയത്തിന്റെ ഞാൻ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. ഹരിമന്ദിരത്തിൽ നിന്നോ അദ്ദേഹം അഭിനയിക്കുന്ന രീതി, ഉന്നത തപോനിധേ, കുണ്ടിന നായക തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റേഴ്സ്, ഹംസത്തിന്റെ യാത്ര സ്വർണ്ണനൂല് പോലെ യാത്രയാവുന്നു എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ദർശനം, ഇനിയോ നിൻ ത്രപയൊന്നേന്ന് അദ്ദേഹം അഭിനയിക്കുന്ന രീതി, പോയി വന്നു നിന്മതവും എന്ന് അഭിനയിക്കുന്ന രീതി, മറഞ്ഞു സഖ എന്ന് അഭിനയിക്കുന്ന രീതി, പുഷ്കരനെ കാണുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റർ, ഞാൻ ജ്യേഷ്ഠൻ നീയൻ അനുജൻ എന്ന് അഭിനയിക്കുന്നത്, നൂനം ഈ വഴി തിരുന്നാലെന്ന് അദ്ദേഹം അഭിനയിക്കുന്ന രീതി, ബാഹുകന്റെ 4-ാം ദിവസം 3-ലെ ബാഹുകന്റെ ആ കിടതകിതാമിലുള്ള കടിച്ചതിന് ശേഷമുള്ള പ്രവേശം, ഈ ലിസ്റ്റ് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയാം. അദ്ദേഹം അഭിനയിക്കുന്ന രീതിശാസ്ത്രം, ദമിതാഭിനയ മാർഗം. ദമിതാഭിനയത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുഞ്ചുവരാശാന്റെ ഒരു തുടർച്ചയാണ് അദ്ദേഹം കഥാപാത്രത്തെ സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം എന്താ, രംഗനൈഷധം, അതല്ലേ ആ പുസ്തകത്തിന്റെ പേര്. രംഗനൈഷധം മനസ്സിലാക്കിയാൽ, അത് വായിച്ചാൽ മനസ്സിലാവും എന്ത് ഗോപിയാശാന്റെ പുസ്തകത്തിൽ മനസ്സിലാക്കാമോ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഞാൻ മുൻപ് പറഞ്ഞ എലിനേഷൻ എന്ന് പറയുന്നത്, അന്യവൽകൃത പ്രകൃതി എന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നും എങ്ങനെയാണ് നളനെ അദ്ദേഹം തിരിച്ചറിയുന്നത്, ബാഹുകനെ തിരിച്ചറിയുന്നതെന്നും മനസ്സിലാക്കാം. ദമിതാഭിനയത്തിന് അനുയോജ്യമായ ഒരു ശരീരം, അദ്ദേഹത്തിന്റെ കണ്ണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഷ, കൈവിരലുകൾ, ആ വിരലുകളുടെ പ്രത്യേകത, ഇവയെല്ലാം ദമിതാഭിനയത്തിന് അനുഗുണമാകുന്ന രീതിയിൽ അദ്ദേഹം വിന്യസിച്ചിരുന്നു. അതുകൂടി കണ്ടതാണ്. ശ്ലോകങ്ങളെ പറ്റി ഞാൻ മുൻപ് പറഞ്ഞു. മുദ്രാഭിനയത്തിൽ അദ്ദേഹത്തിന്റെ കളരി, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിവൈകാരികതയുടെ വിവർജനം, ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു, മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഒപ്പം വേറിട്ട് കേൾപ്പിക്കുക, എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന വൈലോപ്പിളിയുടെ വരി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ജീവിതവ്രതമായിരുന്നു. ഞാൻ പൊതുവെ ചെയ്യുന്നതിന് അപ്പുറത്തുള്ളൊരു ശബ്ദം കേൾപ്പിക്കും. അതിന്റെ വാശിയുടെ പേരായിരുന്നു ഷാരടി വാസുവാശാൻ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ എൻ്റെ ശബ്ദം വേറെ കേൾപ്പിക്കും. എൻ്റെ ശരീരത്തിന്റെ പരിമിതികളാകട്ടെ, എൻ്റെ എന്തൊക്കെ എനിക്ക് അപ്പുറത്ത് മാർജിൻസ് ഉണ്ടോ അതിനെയൊക്കെ മറികടക്കുന്ന, ഹഡിൽസിനെ മറികടക്കുന്ന ഒരു ജീവിതമായിരുന്നു അത്. അവസാനത്തെ അദ്ദേഹത്തിന്റെ രോഗത്തെ മാത്രം അദ്ദേഹത്തിന് മറികടക്കാനായില്ല എന്ന ദുഃഖം മാത്രമേ ബാക്കി കിടക്കുന്നുള്ളൂ. അതും ഇതുപോലെ ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. നാരദ ദർശനം, അദ്ദേഹം നാരദനെ ആദ്യം കാണുന്നതിന് ചില സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്. ഭഗവൻ നാരദ അദ്ദേഹം തുടങ്ങുന്നതിന് മുൻപ് ഗൃഹവും ഭൂതമായി ഇപ്പോൾ എന്ന് അദ്ദേഹം അഭിനയിക്കുന്നതിന്റെ ഭാഗം, 1-ലെ നളന്റെ ആ ഭാഗത്തെ ആട്ടം, പ്രിയമെന്നോർത്തിത് പറയുകയോ എന്ന് അദ്ദേഹം അഭിനയിക്കുന്ന രീതി, ഹംസവും നളനും കൂടി അതിനുശേഷം പോകുന്നതിന് മുൻപുള്ള ആട്ടം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതും വിശദാംശങ്ങളിലേക്ക് പോവാൻ സമയമില്ല, എൻ്റെ മുന്നിൽ ഇനി 10 മിനിറ്റുകൾ മാത്രം. ഓക്കെ, കോട്ടക്കൽ ശിവരാമൻ, ഇറ്റ്സ് എ സിംഗിൾ ഐലൻഡ്, ഒറ്റ ദ്വീപ് എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു. കുഞ്ചാരാശാന്റെ പാരമ്പര്യം തന്നെയാണ് അതും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അതിനകത്ത് ഈ വ്യക്തദമിതാഭിനയങ്ങളെ കുറിച്ചുള്ള പണ്ഡിതോചിതമായ അല്ലെങ്കിൽ പണ്ഡിതപ്രോക്തമായ വേർതിരിവുകളും ക്ലാസിഫിക്കേഷൻസും ഒക്കെ തോറ്റുപോകും. നിരവധി തലങ്ങളിൽ അദ്ദേഹം വ്യക്താഭിനയത്തിന്റെ വക്താവാണ്. അതിലും എത്രയോ ഇരട്ടി അദ്ദേഹം ദമിതാഭിനയത്തിന്റെയും വക്താവാണ്.
ആധുനിക സ്ത്രീഭാവുകത്വത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം. 20-ാം നൂറ്റാണ്ടിലെ സ്ത്രീ എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള വായനകൾ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വായിച്ചിരുന്ന ഒരാളാണ് ശിവരാമേട്ടൻ. അത് മാത്രമല്ല, മോഡേൺ സ്ത്രീയുടെ ക്യാരക്ടറൈസേഷൻ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം നളന്റെ ദമയന്തിയുടെ കഥാപാത്രത്തിലേക്ക് ഉൾച്ചേർത്തൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ദമയന്തിയിൽ മാത്രമായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ മണ്ണിൽ തൊട്ടവരെല്ലാം മനുഷ്യ സ്ത്രീയാണ് കുട്ടി എന്ന് പണ്ട് എന്നോടൊരു ദിവസം ശിവരാമേട്ടൻ പറഞ്ഞു. ഞാൻ ആ വാക്യം അദ്ദേഹം പറഞ്ഞ നിമിഷം എനിക്ക് ശരീരം പൊട്ടിത്തെറിച്ചു. എന്തൊരു വാക്യാണത്! അദ്ദേഹത്തിന്റെ കഥാപാത്ര ചിന്തയുടെ സാരസർവസ്വമാണ് ആ വാചകം എന്ന് ഞാൻ കരുതാറുണ്ട്. മണ്ണ് തൊട്ട എല്ലാവരും മനുഷ്യ സ്ത്രീയാണ്. വാചാൽ അയക്കപ്പെട്ടവളായിരിക്കും മോഹിനി, പക്ഷെ മണ്ണ് തൊട്ടു, പിന്നെ അവൾക്ക് സങ്കടം വരും. കുട്ടിയെ മടിയിലിട്ട് വട്ടണം എന്നൊക്കെ കടന്ന് കൽപ്പിക്കാനൊന്നും പറ്റില്ല. പൂതന രാക്ഷസിയായിരിക്കും, കുട്ടികളെ കൊല്ലുന്നവളായിരിക്കും. പക്ഷെ ആ വാത്സല്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുണ്ടല്ലോ, സുകുമാര നന്ദകുമാര, അത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി അവളെ എങ്ങനെ കൊല്ലും? എങ്ങനെയാണ് അവൾ കൊല്ലുക? ആ സംഘർഷം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ആവിഷ്കരിക്കാൻ പറ്റില്ല. മണ്ണിൽ തൊട്ടാൽ മനുഷ്യ സ്ത്രീ, എന്തൊരു വാക്യാണത്! ഞാൻ ആലോചിച്ച് ഞെട്ടാറുണ്ട് ആ വാചകം. ദമയന്തിയുടെ വ്യക്തിത്വം അത് അദ്ദേഹം പ്രകാശിപ്പിച്ചിരുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനതിൻ്റെ വീഡിയോസ് ഉദാഹരണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന വീഡിയോകളാണ്. നാഥ നിന്നെ കാണാഞ്ഞു ആയിക്കോട്ടെ, ഇനി ജ്ഞാന ഖേദ ധൃതമോദ എന്ന് അദ്ദേഹം അഭിനയിക്കുന്ന രീതി ആയിക്കോട്ടെ, അങ്ങനെ പലതും. ലൗകികമാണ് അഭിനയ പ്രകൃതം എന്ന് വേണമെങ്കിൽ പറയാം. ലൗകികം, ലോകധർമ്മി, നാട്യധർമ്മി എന്ന് മൂന്നാക്കി കാവാലം പലപ്പോഴും ഈ 3 അഭിനയ രീതികളെ തിരിക്കാറുണ്ട്. കാവാലത്തിന്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. ഡീറ്റെയിൽസിലേക്ക് പോകാൻ കാവാലത്തെ പറ്റി എന്നെയൊക്കെ അറിയാവുന്ന അദ്ദേഹമൊക്കെ ഗോപാലകൃഷ്ണനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാവാലത്തിന്റെ പ്രസിദ്ധമായൊരു വാചകം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. ലൗകികത്തിൽ നിന്ന് ലോകധർമ്മിയിലേക്കുള്ളതിലും ദൂരമുണ്ട്, ലോകധർമ്മിയിൽ നിന്ന് നാട്യധർമ്മിയിലേക്ക്. ഈ ദൂരം അത്രയും നടന്നു തീർത്തു മലയാളിയുടെ നാട്യപ്രതിഭ. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര വാചകമാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ദൂരം അത്രയും നടന്നു തീർത്ത ഒരു കഥകളി നടന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ നിസ്സംശയം പറയുക കോട്ടക്കൽ ശിവരാമൻ എന്ന പേരായിരിക്കും. മറ്റൊരു പേരും എനിക്ക് അതിൻ്റെ ഓർമ്മയിലില്ല. ദമയന്തിയുടെ വളർച്ചയെ അദ്ദേഹം 1 മുതൽ 4 വരെ കണ്ട നിങ്ങളുടെ ഓർമ്മ വെച്ച് ചിന്തിക്കൂ. 1-ാം ദിവസത്തിലെ സാരി അദ്ദേഹം എടുത്തിരുന്നത് മുതൽ 4-ാം ദിവസത്തിലെ പുനഃസഗമാഗമത്തിന് ശേഷം മക്കളിവിടെ ഉണ്ട് എന്ന് ആ വേഗതയുള്ള മുദ്രയിൽ നളനോട് പറയുന്നത് വരെ ഒന്ന് ഓർത്തു നോക്കൂ. ആ ക്രമികമായ ദമയന്തി എന്ന ആ സ്ത്രീയുടെ കൗമാരക്കാരിയായ കുട്ടിയിൽ നിന്ന് അങ്ങേയറ്റത്തെ വളർച്ച വരെയുള്ള ദീർഘമായ ആ നദിയുടെ യാത്രയുണ്ടല്ലോ. നളചരിതത്തിലെ പ്രധാന കഥാപാത്രം അവളാണല്ലോ. നളൻ ദുർബലനായൊരു മനുഷ്യനാണ്. ദമയന്തി അതല്ല. ദമയന്തി അസാമാന്യമാമരം ധീരയായ, ഏത് പ്രതിസന്ധികളെയും നേർക്കുനേരെ നിന്ന് നേരിടുന്ന ഒരു സ്ത്രീയാണ്. ആ നേരിട്ട ജീവിതം മുഴുവൻ കഥകളിയിലേക്ക് കൊണ്ടുവന്നത് ശിവരാമാശാനാണ്. കഥകളിക്കകത്തും പുറത്തും ശിവരാമനുണ്ട്. എന്ന് വെച്ചാൽ കഥകളിയുടെ ഫ്രെയിം, സുബ്രഹ്മണ്യേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വരച്ചാൽ, അതിനകത്തും പുറത്തും ശിവരാമൻ പ്രവർത്തിച്ച വിധം അത് നമ്മൾ പഠിക്കേണ്ടതാണ്. കുഞ്ചുനായർ താവഴി, ഞാനത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ചുനായർ ഒരു വഴിക്ക് കുഞ്ചുനായർ എന്ന മരത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് ഒരു വശത്ത് കലാമണ്ഡലം വാസുപിഷാരടി, ഒരു വശത്ത് കോട്ടക്കൽ ശിവരാമൻ. മറ്റു ചിലരുമുണ്ട്. നെല്ലിയോടിൻ്റെ കലി, ഇതൊക്കെ നമ്മൾ പറയേണ്ടതാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ചിലതുകൂടി പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ചില ആചാര്യന്മാരിവിടെ ഓർക്കണം. കിഴുപ്പടം കുമാരനാരാശാൻ ചെയ്തിരുന്ന ചില വേഷങ്ങൾ. കുമാരനാരാശാൻ ഒരു രാഗദ്വേഷ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതാറുള്ളത് നളചരിതത്തോട്. രാഗവുമുണ്ട്, ദ്വേഷവുമുണ്ട്. പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നും കിടന്നും നിരങ്ങിയൊക്കെയുള്ള വേഷം. പക്ഷേ 1-ാം ദിവസം ചെയ്തപ്പോൾ ഒരു തവണ അദ്ദേഹം പാലക്കാട് വെച്ചാണെന്നാണ് ഓർമ്മ, പടപ്പുറപ്പാട് എടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള വളരെ വിപ്ലവകരമായ നളചരിതത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ. പക്ഷെ ദമിതാഭിനയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹമാണ് ആദ്യമായി കാട്ടാളൻ ചെയ്യുമ്പോൾ ഈ ഒരാട്ടം കൊണ്ടുവരുന്നത്. പിന്നീട് അത് നരിപ്പറ്റാശാനൊക്കെ തുടർന്നത് ചെയ്തിരുന്നു. കാട്ടാളൻ ഒരു സ്വപ്നം കാണുന്നു. ഒരു മാൻപേട ഇങ്ങനെ പിന്നാലെ എന്തോ ഒരു പുലിയോ മറ്റോ ഓടിച്ച് ഒരു മാൻപേട ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന ആ മാൻപേട ഒരു കിണറിന്റെ വക്കത്തെത്തുന്നു. ആ കിണറിന്റെ വക്കത്തെത്തുന്ന മാൻപേട ആ കിണറ്റിലേക്ക് ഇങ്ങനെ ആഞ്ഞു വീഴാനാവുന്ന നിമിഷം പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന കാട്ടാളൻ. അതിന് വേറൊന്നും അദ്ദേഹം ചെയ്യാറില്ല. അതും ഈ കഥയുമായി അന്വയിക്കാറില്ല. പക്ഷേ ദമയന്തിയും ആ മാൻപേടയുമായി അകത്തെവിടെയോ ഒരു ദമിതമായ ബന്ധം രൂപപ്പെട്ടു വരുന്നത് നമ്മളിങ്ങനെ അനുഭവിക്കും.
സുദേവന്റെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം അത് വേറെ പറയേണ്ടതാണ്, അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബ്രഹ്മവാചാൽ അയക്കപ്പെട്ട ഹംസം, ആ ഹംസത്തിന്റെ ആദ്യത്തെ ആട്ടം, ഇപ്പോൾ ഭാസിയേട്ടനൊക്കെ സ്ഥിരം ചെയ്യാറുള്ള ആട്ടം, അത് കുമാരൻ നായരാശാൻ കൊണ്ടുവന്നാണ് അതിന്റെ പ്രത്യേകതകൾ. അതിൻ്റെ കൂടെ തുടർച്ചകളുണ്ട്. അതിപ്പോൾ ഹരികുമാരേട്ടനിലാണെങ്കിലും ബാലകൃഷ്ണാശാനിലാണെങ്കിലും ഭാസിയേട്ടനാണെങ്കിലും ഒക്കെ തുടർന്നു പോരുന്ന തുടർച്ചകൾ, അതിനെക്കുറിച്ചും ചിലതൊക്കെ പറയാനുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാമൻകുട്ടി നായരാശാനും പത്മനാഭൻ നായരാശാനും അവരുടെ കളരിയും കലയും നളചരിതത്തിൽ പ്രവർത്തിച്ച വിധം, 2-3 ദിവസങ്ങളുടെ പഴയ പാഠം കാണണമെങ്കിൽ രാമൻകുട്ടിയാശാന്റെ വേഷങ്ങൾ കാണണം. രാമൻകുട്ടിയാശാന്റെ 2-ലെ നളൻ ചില ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, 3-ലെ ബാഹുകൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളും 3-ലെ ബാഹുകൻ അദ്ദേഹം വളരെ പ്രായമായിട്ടും ചെയ്തിട്ടുണ്ട്, ഒരു 2-3 തവണയാണെങ്കിൽ. അപ്പം 3-ലെ ബാഹുകൻ കാണേണ്ടത്. ഇപ്പോൾ പല കാര്യങ്ങളും പഴയ കളരി എന്തായിരുന്നു രാമൻകുട്ടിയാശാന്റെ ബാഹുകൻ കാണുമ്പോഴാണ് മനസ്സിലാവുക. നമ്മളിപ്പോൾ എല്ലാ ബാഹുകനിലും കാണുന്ന ആ കടിച്ച ഉടനെയുള്ള ആ വേഗതയുള്ള കിടതകതാമിൽ എന്നെ കടിച്ചത് എന്തിന് എന്ന സാധനം മുൻപില്ല, ആ സംഭവമേ ഇല്ല. ആ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെയുള്ള ആ രാമൻകുട്ടിയാശാന്റെ ഒരു നിൽപ്പുണ്ട്. അങ്ങനെയുള്ള അനേകം പഴയ പാഠങ്ങൾ. മുമ്പ് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കിരീടൊക്കെ ഊരി വെച്ച് പോകുന്ന സമയത്ത് അവിടെ ഒരു ഇരട്ടിവട്ടം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് പഴയ ആചാര്യന്മാർ എന്ന് വെച്ചാൽ രാമൻകുട്ടിയാശാനെ പോലുള്ളവർ ചെയ്തിരുന്നോ എന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പഴയ പാഠങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളെങ്കിലും നമുക്ക് കിട്ടുക രാമൻകുട്ടിയാശാന്റെയും പത്മനാഭന്റെ വേഷങ്ങൾ നോക്കുമ്പോഴാണ്. രാമൻകുട്ടിയാശാന്റെ കാട്ടാളൻ അസാമാന്യമായൊരു വേഷമായിരുന്നു. രാമൻകുട്ടിയാശാന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേഷങ്ങളിൽ ഒന്നായിരുന്നു 2-ലെ കാട്ടാളൻ. അങ്ങനെ ഞാൻ അങ്ങ് പോവതെങ്ങനെ എന്നതിന്റെ സമയത്ത് അതിന് മുമ്പ് വസിക്ക നീയൻ അംസയെ താങ്ങി അദ്ദേഹം അഭിനയിക്കുന്നത് ജീവിതത്തിൽ മറക്കില്ല. ആ ഒരു വശത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന്, വളരെ പരിമിതമാണല്ലോ ആ കണ്ണുകൊണ്ടുള്ള, അല്ലാതെ വല്ലാതെ ആവശ്യമില്ലാതുള്ള പരിപാടികൾ അദ്ദേഹത്തിനില്ല, ശരീരളക്കലില്ലല്ലോ. കണ്ണുകൊണ്ട് ഇങ്ങനെ ഇരിക്കേ ഇവിടെ ഇരുന്നോ എന്ന് അദ്ദേഹം കാണിക്കുന്നതിന്റെ വളരെ മിതത്വമുള്ള അംസയെ താങ്ങി എന്ന് അദ്ദേഹം അഭിനയിച്ചിരുന്ന രീതി, ഹംസം പത്മനാഭൻ നായരാശാൻ ചെയ്തിരുന്ന രീതി, ചമ്പവട്ടം, അത് മറ്റൊരു കാര്യങ്ങളാണ്, ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഇനി സമയമില്ല. പത്മനാഭൻ നായരാശാന്റെ കാട്ടാളനും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് 5 മിനിറ്റ് തരുമോ രമേശ് ചേട്ടാ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ. ഇതേപോലെ സംഗീതത്തിലും വാദ്യത്തിലും അതിവിശദമായി തന്നെ ഈ ദമിത പാഠത്തെയും വ്യക്തപാഠത്തെയും നമുക്ക് വിലയിരുത്താം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നളചരിതത്തിന്റെ പൂർവ്വ സംഗീതത്തെ കുറിച്ചിട്ടുള്ള രേഖകൾ, മതിലകം രേഖകൾ, കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുമ്പ് കുട്ടപ്പക്കുറുപ്പ്, ഉണ്ണിത്താൻ സഹോദരന്മാർ എന്നിവരുടെ പാട്ട്, കലാമണ്ഡലം സംഗീതം നിർമ്മിക്കപ്പെടുന്നത്, അതിന്റെ ആദ്യഘട്ടം വെങ്കടകൃഷ്ണ ഭാഗവതരും ശിവരാമൻ നായരുടെയും കളരി, അത് എങ്ങനെയാണ് അതിനെ മാറ്റിപ്പണിയുന്നത്, നീലകണ്ഠൻ നമ്പീശൻ എന്ന സംഗീത യുഗം എങ്ങനെയാണ് നളചരിതത്തിന്റെ സംഗീതത്തെ പുനർനിർമ്മിക്കുന്നത്, അതേ തുടർന്ന് വന്ന ഗംഗാരാശാൻ എന്ന് പറയുന്ന കഥകളിയിലെ ഏറ്റവും ഗുരുത്വമുള്ള ഗ്രഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗീതം ഉണ്ടല്ലോ, ഏറ്റവും ഘനമുള്ള ആ ഗ്രഹം, അതിന്റെ പാട്ട് കഥകളിയുടെ നളചരിത സംഗീതത്തെ മറ്റൊരു നിലയ്ക്ക് നിർമ്മിച്ച വിധം, തുടർന്ന് അനേകം കാര്യങ്ങളുണ്ട്. ദമിതവും വ്യക്തവുമായ സംഗീത ധാരകൾ. വാദ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തെക്കൻ കഥകളിയെ പറ്റിയുള്ള ഒരു അജ്ഞാത പാൻജിയ, ഒരു അജ്ഞാത വൻകര വിട്ടു KPS മേനോൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വിമർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തെക്കൻ കപ്ലിങ്ങാടൻ സമ്പ്രദായം അല്ലെങ്കിൽ തെക്കൻ സമ്പ്രദായത്തിൽ മുൻപുണ്ടായിരുന്ന നളചരിതത്തിന്റെ ഒരു വാദ്യരീതി ഉണ്ടായിരുന്നു. ആ വാദ്യഘടനയെ പറ്റിയിട്ടുള്ള തെളിവുകൾ പോലും ഇല്ലാതായി. മടവൂരാശാനുമായിട്ടൊരു 3-4 ദിവസം ഇരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂകൾ ഞാൻ ചെയ്തിരുന്നു, മണിക്കൂറുകളോളം നീണ്ട ഇന്റർവ്യൂ. ആ സമയത്ത് മടവൂരാശാൻ ഒരു ദിവസം മുഴുവൻ നളചരിതത്തെ പറ്റി സംസാരിച്ചു. അന്ന് നളചരിതത്തെ പറ്റി അതിൻ്റെയൊക്കെ റെക്കോർഡുകളുണ്ട്. ആ നളചരിതത്തെ പറ്റി സംസാരിക്കുമ്പോൾ നളചരിതം അന്ന് കൊട്ടിയിരുന്ന കുറേ കൊട്ടുകാർ, ഞാൻ ജീവിതത്തിൽ കേൾക്കാത്ത ചാത്തന്നൂർ കളരിയിലൊക്കെ കൊട്ടിയിരുന്ന പഴയ കൊട്ടുകാർ മടവൂരാശാൻ എടുത്തെടുത്ത് പറഞ്ഞു. അവർ കൊട്ടിയിരുന്ന പല പ്രത്യേകതകളെ പറ്റി മടവൂരാശാൻ നളചരിതത്തിലെ പ്രത്യേകതകളെ പറ്റി പറയുന്നുണ്ട്. അവയൊക്കെ നമ്മുടെ മുന്നിൽ എന്താ പറയാ, തുപ്പല് കൂട്ടാതെ മായ്ക്കപ്പെട്ടു. കലാമണ്ഡലം വാദനക്കളരി നമുക്കറിയാം, കൃഷ്ണകുട്ടി പൊതുവാൾ ചെയ്ത വർക്ക്, ഇതൊക്കെ വിശദമായ പ്രഭാഷണങ്ങൾ അനവധി നടന്ന കാര്യങ്ങളാണ്. ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. മന്നാടി അരാശൻ ചെയ്ത പണി, അപ്പൂട്ടി പൊതുവാൾ മദ്ദളത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, നളചരിത വാദനത്തിന്റെ ഭാഷ്യങ്ങൾ ഒരു പ്രത്യേകമായി തന്നെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഉണ്ണീഷ്ണേട്ടനും കൃഷ്ണാസേട്ടനും കൊട്ടുന്നതിന്റെ, നളചരിതം കൊട്ടുന്നതിന്റെ വളരെ വ്യത്യസ്തമായ സൂക്ഷ്മ പ്രകരണങ്ങളുണ്ടല്ലോ, അത് വിശദമായി പഠിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. അവസാനമായ ഒരു 2 ചെറിയ ക്ലിപ്പുകൾ കാണിക്കാനാണ് ഞാൻ 5 മിനിറ്റ് മാത്രം കൂടുതൽ ചോദിച്ചത്. അതെന്തിനാ വെച്ചാൽ സംഗീതത്തിലെ ഈ യാത്രയെ പറ്റി നിങ്ങളോട് പറയാനാണ്. അപ്പം മറിമാൻ കണ്ണിയാണ് നമ്മളിവിടെ ഉദാഹരണമായി എടുത്തതെന്നുള്ളത് കൊണ്ട് മറിമാൻ കണ്ണിന്ന് ഞാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ 2 മറിമാൻ കണ്ണി കണ്ടു. ഗോപിയാശാന്റെ മറിമാൻ കണ്ണിക്ക് പാടിയത് ഹരിദാസേട്ടനാണ്. വാസുവാശാന്റെ മറിമാൻ കണ്ണിക്ക് പാടിയത് ഹൈദരാലി മാഷാണ്. മറ്റ് 2 മറിമാൻ കണ്ണികൾ കൂടി കേൾക്കുന്നു. ഇത് കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ സൂചിപ്പിച്ചു പോയി തിരുവാരൂരിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് പോയ സംഗീതജ്ഞരെ കുറിച്ച്, അക്കാലത്ത് തിരുവാരൂരിൽ ആരൊക്കെ ആയിരുന്നു എന്നതിനെ കുറിച്ച്.
ദീക്ഷിതർ വാരണാസിയിൽ നിന്ന് തിരിച്ചെത്തി. അദ്ദേഹം നോർത്ത് ഇന്ത്യൻ യാത്ര നടത്തുന്നതിന് മുൻപ് വരെ നമുക്ക് ഒരു ദ്വിജാവന്തി കൃതിയും കർണാടക സംഗീതത്തിൽ കാണാൻ പറ്റില്ല. അതിന് മുമ്പുള്ള ദാസകൂട കൃതികൾ, പുരന്ദരദാസർ, വിജയദാസർ, ദാസകൃതികൾക്കകത്തൊന്നും നമുക്ക് ദ്വിജാവന്തിയെ പരിചയപ്പെടാൻ കഴിയില്ല. തെന്നിന്ത്യയിലേക്ക് ആദ്യമായി ദ്വിജാവന്തി എന്ന രാഗം കാണുന്നത് നമ്മൾ ചേതശ്രീ ബാലകൃഷ്ണത്തിലാണ്. ദ്വിജാവന്തി, ദ്വിജാവന്തി എന്ന് വെച്ചാൽ 2 തവണ ജയ് ജയ് വന്തി എന്നാണ് അതിൻ്റെ അതേ രാഗഭാവമുള്ള ഹിന്ദുസ്ഥാനി രാഗത്തിന്റെ പേര്. 2 തവണ ജയ് വരുന്നു, അതുകൊണ്ടാണ് ദ്വിജാവന്തി. ഇറ്റ്സ് കർണാടക സംഗീതത്തിൽ വരുമ്പോൾ ഈ ദ്വിജാവന്തി എന്ന രാഗത്തിന്റെ പ്രയോഗരീതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ചേതശ്രീ ബാലകൃഷ്ണനാണ്, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. ചേതശ്രീ ബാലകൃഷ്ണത്തിനകത്ത് ജയ് ജയ് വന്തിയിലെ പോലെ ഒരു അയഞ്ഞ ദ്വിജാവന്തി സമീപനം കാണാനേ പറ്റില്ല. ദ്വിജാവന്തി തുടർന്ന് അഖിലാണ്ടേശ്വരി എന്ന കീർത്തനമുണ്ട്. അഖിലാണ്ടേശ്വരി കമ്പോസ് ചെയ്തത് ദീക്ഷിതരാണെന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല. ദീക്ഷിത കൃതിയാണെന്ന് പറയും, പക്ഷേ ദീക്ഷിതരാണ് കമ്പോസ് ചെയ്തതെന്നുള്ളതിന് തെളിവുകളില്ല. കുറച്ചുകൂടി അഖിലാണ്ടേശ്വരിയിൽ ജയ് ജയ് വന്തി സ്വാധീനം കാണാം. ചേതശ്രീ ബാലകൃഷ്ണത്തിൽ നമ്മൾ കാണുന്നില്ല. തനി കർണാടകീയമായ ഒരു ദ്വിജാവന്തിയെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പ്രയോഗങ്ങൾ ചേതശ്രീ ബാലകൃഷ്ണത്തിലുണ്ട്. സമയം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചേതശ്രീ ബാലകൃഷ്ണത്തിന്റെ ക്ലിപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കേൾപ്പിക്കാം. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ മറിമാൻ കണ്ണി കമ്പോസ് ചെയ്ത് വന്നപ്പോൾ, ഈ ദീർഘകാലം കൊണ്ട് മറിമാൻ കണ്ണി സഞ്ചരിച്ച് കലാമണ്ഡലം കളരിയിലെ ഈ ഉഗ്രപ്രതിഭകളുടെ കയ്യിലെത്തിയപ്പോൾ മറിമാൻ കണ്ണിക്ക് സംഭവിച്ച ദ്വിജാവന്തി ജയ് ജയ് വന്തി സ്വാധീനങ്ങളുടെ ഒരു യാത്ര ഉണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ക്ലിയർ ചേതശ്രീ ബാലകൃഷ്ണത്തിലൊക്കെ പ്രയോഗിക്കുന്ന മാത്രം രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടും അയയാതെ ആ കർണാട്ടിക് ദ്വിജാവന്തിയിൽ നിന്നുകൊണ്ട് പാടുന്ന ഒരു പാട്ട് ഞാൻ കേൾപ്പിക്കാം. ആരുടേതാണെന്ന് നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഇതാണോ അതാണോ എന്ന് സംശയമുണ്ട്. ഒരു മിനിറ്റ്. കുറച്ച് അടിച്ചു വിടുകയാണ് ഞാൻ ഇതിന്റെ ഒരു കാര്യം കിട്ടാൻ വേണ്ടി മാത്രം. സമയപരിമിതി മൂലമാണ് ഈ കൃത്യമായ ആരോഹണക്രമമുള്ള കർണാടക ദ്വിജാവന്തിയിൽ നിന്ന് ജയ് ജയ് വന്തിയുടെ ചുവയുള്ള ഒരു ദ്വിജാവന്തി കേട്ടു.
സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇത് പറഞ്ഞു നിർത്തുകയാണ്. അതായത് നീതരി ആ ലാസ്റ്റ് എടുക്കുന്ന പ്രയോഗങ്ങൾ മുഴുവൻ ദ്വിജാവന്തിക്ക് അനുയോജ്യമേ അല്ല. ഋഷഭത്തിൽ അവസാനിക്കുന്ന പ്രയോഗങ്ങൾ ദ്വിജാവന്തിക്ക് പുറത്താണെന്ന പഴയ ആളുകൾ പറയാം. ഇവിടെ കുറുപ്പാശാനെ രാഗത്തിൽ നിന്ന് പാടാൻ അറിയില്ലായിരുന്നു. കേട്ടിട്ടുള്ള ഒരു വിമർശനമാണ്, പുന്നാകവരാളി പാടിയാൽ സിന്ധുഭൈരവി വരും, തോടി പാടിയാൽ സിന്ധുഭൈരവി വരും എന്നൊക്കെയാണ് പറയുക. കുറുപ്പാശാനാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അനിയേട്ടനൊക്കെ പറയും എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അദ്ദേഹത്തിന് വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്രം, ഞാൻ കർണാടക സംഗീതത്തെ പറ്റി ഇപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്നൊരു കാലമാണ്. ചില കാര്യങ്ങൾ ചരിത്രമൊക്കെ പഠിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിപ്പോൾ തോടി അദ്ദേഹം പാടുന്നു. അദ്ദേഹം പാടിയ തോടിയിൽ സിന്ധുഭൈരവി സ്വഭാവമുണ്ട്. സുബ്ബരാമദീക്ഷിതർ 19-ാം നൂറ്റാണ്ടിൽ എഴുതുന്ന സംഗീത സമ്പ്രദായ പ്രദർശനി വായിച്ചാൽ ഇന്ന് പാടുന്ന തോടിയല്ല. അതിനകത്ത് ഗാന്ധാരം ഇന്ന് കാണുന്ന ഗാന്ധാരമല്ല, ശുദ്ധ ഗാന്ധാരത്ത് കിടക്കുകയാണ്. ഇന്നത്തെ എന്താണോ കുറുപ്പാശാൻ പാടിയിരുന്ന സിന്ധുഭൈരവി ടച്ചുള്ളത് അത് സുബ്ബരാമദീക്ഷിതർ സംഗീത സമ്പ്രദായ പ്രദർശനം എഴുതുന്ന അനുസരിച്ച് കൃത്യം തോടിയാണ്. ചെമ്മാങ്കുടിക്കത് തോടിയല്ല. ചെമ്മാങ്കുടിക്ക് തോടിയല്ലെങ്കിലും സുബ്ബരാമദീക്ഷിതർ എന്ന് പറയുന്ന ദീക്ഷിതർ പാരമ്പര്യത്തിലെ അതിന് മുൻപുണ്ടായിരുന്ന വലിയ ആൾക്ക് അത് തോടിയാണ്. കർണാടക സംഗീതം ഒരു ഒറ്റ ശിലയല്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഒരു രാഗത്തിന്റെ ശുദ്ധതയെ പറ്റിയിട്ടുള്ള ശുദ്ധതാവാദികൾക്ക് അപ്പുറം ഞാൻ സുബ്ബരാമദീക്ഷിതരുടെ സംഗീത സമ്പ്രദായ പ്രദർശിനി കുറുപ്പാശാൻ വായിച്ചിരുന്നു എന്നൊന്നുമല്ല കേട്ടോ പറയുന്നത്. അതൊന്നുമല്ല വാദം, അത് അപ്രസക്തമാണ്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന മറ്റൊരു മാർഗമുണ്ട്. ഞാൻ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയാനല്ല. ഇവ വ്യക്തവും ദമിതവുമായ സംഗീതത്തിന്റെ രണ്ട് പ്രകൃതങ്ങളാണ്. ആ വ്യക്തദമിത സംഗീതങ്ങളുടെ രണ്ട് പ്രകൃതങ്ങൾ നളന്റെ അപാരമായ ഒരു അലച്ചിൽ, മനസ്സിന്റെ ഒരു അപാരമായ അലച്ചിലേക്ക് ജയ്ജയ്വന്തിയുടെ സ്വാധീനങ്ങളെ കൊണ്ടുവന്ന് ചേർക്കുക. നളൻ അകത്തേക്ക് വലിയുന്നെങ്കിൽ അതിന് പ്രാപ്തമായ രീതിയിൽ ചേതശ്രീ ബാലകൃഷ്ണത്തിൽ കാണുന്ന കർണാട്ടിക് പ്രയോഗങ്ങൾ മാത്രം വെച്ച് അകത്തേക്ക് പിടിക്കുക എന്ന എംബ്രാന്തിരിയുടെ വഴി. ഇവയെല്ലാം രണ്ട് തരത്തിലുള്ള മാർഗങ്ങളാണ്. ഇത്തരത്തിൽ താളത്തിലും സംഗീതത്തിലും വ്യക്തദമിതാന്വേഷണങ്ങളുടെ വലിയ ലോകം ബാക്കി കിടക്കുന്നു. യഥാർത്ഥത്തിൽ ഡൽഹി ക്ഷേത്രത്തിലെ ആ രണ്ട് ശില്പങ്ങൾ ഇന്ന് മ്യൂസിയത്തിലാണ്. ആ രണ്ട് ശില്പങ്ങളുടെ പുറംതിരിഞ്ഞും അകത്തേക്കുമുള്ള സഞ്ചാരങ്ങൾ കഥകളിയിൽ എൻ്റെ മുന്നിലിരിക്കുന്ന രാജീവേട്ടനും ആദിത്യനും വൈശാഖും ഒക്കെ അടങ്ങുന്ന പുതിയ അനേകം രാജീവേട്ടനെ പോലെയുള്ള കുറെ കൂടി സീനിയറായവരിലും നിങ്ങളിലും തുടർന്നു വരുന്നവരിലുമായി ഈ അനേകം വൈരുദ്ധ്യങ്ങളും ചേർച്ചകളും ചേർന്ന് ഈ പുഴ അനന്തമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നളചരിതത്തിന്റെ ആ പലമട്ടാർന്ന ഒഴുക്കാണ് എന്നെ നളചരിതം വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത്. പിഷാരടി ക്ലബിന്, അനിയേട്ടന്, രമേശേട്ടന് ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ചില ഭാഷണങ്ങൾ അങ്ങനെയാണ്, പ്രതിപാദ്യ വിഷയത്തിൽ നിന്ന് അതീതമായും അതിൻ്റെ ചരിത്ര നാഴ്വഴികളിലേക്ക് താണ്ടി ഇത്തരം ഉള്ള ദമിത ഇല്ലെങ്കിൽ വ്യക്തമായ ആഖ്യാനങ്ങളെ ഒരു ഉൾക്കാഴ്ചയോടുകൂടി കൂടുതൽ അനുവാചകന് അടുത്തറിയാൻ സാധിച്ച ഈ 1.5 മണിക്കൂർ മേലെയുള്ള ഈ ഒരു ഭാഷണം, വേണുഗോപാൽ മാഷയുടെ 4 ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം ഒരു സൂചകം മാത്രം 1745 നളചരിതം അവിടെ കളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 20 വർഷം മുമ്പ് അത് എഴുതപ്പെട്ടിരിക്കാമല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ ധ്വനി ആണെങ്കിൽ ക്ലബിത ആഘോഷിക്കപ്പെടുന്നു 300-ാം വാർഷികം നളചരിതത്തിൻ്റെ എന്ന് അദ്ദേഹം ഒരു കാൽപ്പനികമായ ഊഹത്തിലും അനുമാനത്തിലും വെച്ചുകൊണ്ട് സൂചിപ്പിക്കേണ്ടായി. എന്തായാലും ഈ ഒരു 16 ദിവസത്തെ നളചരിത സ്വാധ്യായങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഇത്തരമുള്ള വളരെ വിശാലമായ നളചരിതത്തിൻ്റെ ഈ ഒരു വ്യാഖ്യാനത്തെ കുറിച്ച്, ഈ പ്രഭാഷണത്തെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിനായിട്ട് വേണുമാഷയെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഇന്ന് രാവിലത്തെ സെഷനിൽ നടന്ന 3 പ്രഭാഷണങ്ങൾ, രണ്ടാമത്തെ പ്രഭാഷണം ശ്രീ മഞ്ജുഷ നടത്തിയത് നളചരിതം, നളചരിത വിചാരം, കഥകളി വിചാരം, അതുപോലെ തന്നെ കഥകളി ആസ്വാദകൻ എന്തായിരിക്കണം, എന്ത് സംസ്കാരമാണ് ഉണ്ടാകേണ്ടത് എന്ന വ്യക്തമായ ചിത്രം നൽകിയിരുന്നു. അതിനെ തുടർന്ന് ശ്രീചിത്രൻ നടത്തിയ പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ക്ലാസ്സായിരുന്നു. നളചരിതം പിന്നിട്ട വഴികൾ ഇത്രയും വ്യക്തമായിട്ട് ഇത്ര കുറഞ്ഞ സമയത്തിൽ ഞങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം അവതരിപ്പിച്ചു.
അദ്ദേഹം ഓരോ പോയിന്റ് പറയുമ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ പരമ്പരയ്ക്കുള്ള ഒരു വിഷയമാണ്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നളചരിതത്തിൻ്റെ പാരമ്പര്യവും അതിൻ്റെ രംഗവിജയവും എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്ന ശ്രീചിത്രനോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ആദരിക്കപ്പെടുന്നതിനായിട്ട് കലാമണ്ഡലത്തിലെ കേശേട്ടനെ നാടകത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഒക്കെ കളരിയിൽ വന്ന കേശേട്ടനെ സാദരം ക്ഷണിക്കണം. ആദരിക്കപ്പെടാനായിട്ട് ശ്രീചിത്രനെയും ക്ഷണിക്കുന്നു. 2 വാക്ക് പറയാണ്ട് കൊടുക്കാൻ വയ്യാതുകൊണ്ടാണ്. ചിത്രനെ രാവിലെ വിളിച്ചുള്ളൂ, താൻ പോന്നു കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഒപ്പം കൂടാന്ന്. എന്തായാലും വളരെ രസകരമായിട്ടും വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ചിട്ടയോടു കൂടിയും ഇത് അവതരിപ്പിച്ചു. വളരെ രസമായി. തിയേറ്ററും നമ്മുടെ പാരമ്പര്യ കലകളിലെ രീതികളൊക്കെ തന്നെ അതിൽ സമഗ്രമായിട്ട് കടന്നു വന്നു. വളരെ വളരെ സന്തോഷം. എല്ലാ അഭിനന്ദനങ്ങളും. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് മുഴുവനാക്കണം എന്നും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ വളരെ വിലപ്പെട്ട ഒരു ഇതായി മുതൽക്കൂട്ടായിരിക്കും എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. സുവർണ്ണമുദ്ര നൽകി ആദരിക്കപ്പെടുന്നു.